ാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ആരോഗ്യത്തിലും ദീർഘായുസോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ ഇടയായിത്തീരും. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ഇന്ന് ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും. നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മളാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ആര് വിശ്വസിച്ചില്ലേലും നമ്മൾ മസ്റ്റായിട്ടും വിശ്വസിക്കണം. നമ്മൾ ഉറപ്പായിട്ടും ഒരു അന്തരീക്ഷത്തെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരന്തരീക്ഷത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നവരാകണം. വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അറിയാം, നമ്മളായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന ചില സിറ്റുവേഷനുകളെ നമുക്ക് നന്നായിട്ടറിയാം. പലരും ചോദിക്കാറുണ്ട്, വേറെ എൻ്റെ വീട്ടിൽ എനിക്കൊരു അനുഗ്രഹം കിട്ടുമോ, അല്ലെങ്കിൽ ഞാനൊരു അനുഗ്രഹമായി തീരുവോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമ്മൾ ആദ്യം നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. നിങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണ്, ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുമെന്നൊരു വ്യക്തി വിശ്വസിച്ചാൽ അത് ബൈബിൾ അടിസ്ഥാനമായിരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ബൈബിൾ അടിസ്ഥാനത്തിലായിരിക്കണം. നിങ്ങൾ ബൈബിൾ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കർത്താവിൻ്റെ സന്നിധി പറയുക. ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഇന്നാൾ പറഞ്ഞു, 14 വയസ്സുള്ളൊരു കൊച്ച് ആഗ്രഹിക്കുവാണ്, എനിക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ബൈക്ക് എനിക്ക് വേണം, എനിക്കൊരു ബൈക്ക്, ഏറ്റവും ബെസ്റ്റ് ഒരു ബൈക്ക് വേണമെന്ന് 14 വയസ്സുള്ളൊരു കൊച്ച് ആഗ്രഹിച്ചാൽ അവനത് കിട്ടത്തില്ല. അത് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കിട്ടിയാൽ അവൻ്റെ അത് ഓടിക്കാൻ പറ്റത്തില്ല. കാര്യം ബൈബിൾ പറയുന്നു, ഭൂമിയിലെ നിയമത്തിന് നമ്മൾ കീഴ്പ്പെടുന്നവരാകണം. ഇപ്പൊ ഭൂമിയിലെ നിയമം നമ്മളോട് പറയുന്നു എന്ത് ചെയ്യത്തില്ല, ഇന്ത്യൻ നിയമം അല്ലെങ്കിൽ പിള്ളേർക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ, എനിക്കറിയത്തില്ല അന്ന് വിശ്വാസം എന്നാന്നും അറിയത്തില്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലേ. എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്നും ഇന്നും ഒക്കെ ബൈക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ബൈക്കിന് വേണ്ടി എടുക്കാമെന്നായിരുന്നു വെച്ചാൽ വീട്ടിൽ അന്ന് എടുക്കാൻ സാമ്പത്തികമില്ല. അപ്പോൾ വീട്ടിൽ അമ്മ പറഞ്ഞൊരു കാര്യം മോൻ്റെ കാര്യം ചെയ്യും, ബൈക്കിൻ്റെ ഒരു ഫോട്ടോ മേടിച്ച് ഒട്ടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്കതൊന്നും അറിയത്തില്ല. വീട്ടിലൊരു ഹോളിൽ ചെറിയൊരു ചായ്പ്, ഹോളെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചായ്പിൽ എല്ലാവരും വന്ന് അതിന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഉത്സവത്തിനോ മറ്റോ പോയിട്ട്, അന്നത്തെ കാലത്ത് കേട്ടോ, അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്നൊരു ബൈക്കിൻ്റെ ഒരു ഫോട്ടോ, വലിയ ഫോട്ടോ മേടിച്ചിട്ട്, അത് വലിയൊരു ബൈക്കാണ്, അത് മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. പക്ഷെ എൻ്റെ മനസ്സിൽ മൊത്തം ഒരു വണ്ടി കിട്ടും, കർത്താവ് തരും. പക്ഷെ ദൈവകൃപയാൽ വീട്ടിൽ വണ്ടി കിട്ടി, എനിക്ക് അന്ന് പ്രായമാകാത്തതുകൊണ്ട് ഓടിക്കാൻ പറ്റിയില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം തരും, പക്ഷെ നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ ബൈബിൾ അടിസ്ഥാനത്തിൽ വേണം നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചോദിക്കാൻ. പക്ഷെ ബൈബിൾ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആകാശം മാറിയാലും ഭൂമി മാറിയാലും കർത്താവിൻ്റെ വചനം മാറത്തില്ല, അത് ലഭിച്ചിരിക്കും. ആമേൻ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, കർത്താവ് രോഗമില്ലാത്ത ഒരു ശരീരം നമുക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ ഇത് നടക്കുന്ന വല്ല കാര്യമാണോ, രോഗമില്ലാത്തൊരു ശരീരം ഉണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, തേയ്മാനം ഉണ്ടായിരുന്ന അസ്ഥികളൊക്കെ സൗഖ്യമായ സാക്ഷ്യം. എത്ര പേരത് കേട്ടായിരുന്നു? തേയ്മാനം ഉണ്ടായിരുന്ന അസ്ഥികൾ, രോഗങ്ങൾ സൗഖ്യമായ എത്ര പേര് കേട്ടു? അപ്പൊ തേയ്മാനമുള്ള അസ്ഥികള് യഥാർത്ഥത്തിൽ വേദന മാറുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല, ഒത്തിരി ആൾക്കാരുടെ സാക്ഷ്യം നമ്മൾ കേട്ടു, ഇപ്പൊ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, വേദന മാറുക എന്ന് പറഞ്ഞ് ദൈവം വന്ന് നിങ്ങളുടെ വേദന എടുത്ത് മാറ്റിയെന്നുള്ളതല്ല. ആ അസ്ഥിയെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? തൊട്ടിരിക്കുന്നു. ഇതിന്റെ അർത്ഥം പുതിയത് ഉണ്ടായി വന്നിരിക്കുന്നു. തേയ്മാനം ഉള്ളത് ഒരിക്കലും ഫിക്സ് ആകത്തില്ല. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് കർത്താവ് തേഞ്ഞ അസ്ഥിയുമായിട്ടും, അത് മ്യൂട്ട് ചെയ്തോട്ടെ, തേഞ്ഞ അസ്ഥിയുമായിട്ടും നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുള്ള ഒരു അവയവമായിട്ട് കർത്താവ് വന്നത് റിപ്പയർ ചെയ്ത് പരിപാടിയൊന്നുമില്ല. കർത്താവ് അത് പുതിയത് സൃഷ്ടിക്കപ്പെടുവാണ്. നമ്മൾ അങ്ങനെ വിശ്വസിക്കണം. ഡിവൈൻ ഹെൽത്ത്, ഞാൻ ഒത്തിരി നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഡിവൈൻ ഹെൽത്ത്, ദിവ്യ ആരോഗ്യം. നമുക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. രോഗം വന്നത് പാപനിമിത്തമാണെങ്കിൽ ആരോഗ്യം വന്നത് യേശു ക്രിസ്തുവിന്റെ തിരുമുറിവിലാണ്. രോഗമില്ലാത്ത ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവന് ദിവ്യ ആരോഗ്യമുണ്ട്.
അതാണ് കൺഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നമ്മളത് ഏറ്റുപറയും. ഞാൻ ഇന്ന് ഒരു വാക്യം മാത്രമേ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ വാക്യം എടുത്തതിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. എനിക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദൈവാത്മാവിന്റെ രേഖ എന്ന് പറയുന്ന ഒരു ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ തുടക്കത്തിലെ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നു. ഞാൻ ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എപ്പോഴും ഓർക്കും ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പ്രാർത്ഥന, പക്ഷേ എല്ലാം ഒന്ന് ഒത്തുവരുമ്പോൾ എല്ലാ ഈ ടൈമിങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ കൃപയാൽ ഇന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നോട് കർത്താവ് പറഞ്ഞത് രേഖയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രേഖയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ രേഖയ്ക്ക് ഒരു കുടുംബത്തിൽ ഞാൻ കാണുന്നത് ഒരു മോളെ ഞാൻ കാണുന്നു. രേഖ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേഖയുടെ വീടിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു ഒരു ഇടുങ്ങിയ മുറിയാണ് ഞാൻ കാണുന്നത്. അതായത് ഒരു ഹോളിൽ നിന്നും റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ഒരു മുറിയാണ് ഞാൻ ഈ രേഖയുടെ മുറി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ മനസ്സിൽ പെട്ടെന്ന് കണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ അല്ല, ഞാനിത് ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് ആ മുറിക്കകത്ത് എൻ്റെ അകത്തിരുന്ന് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത്, മോളുമായിട്ടിരുന്ന് ഒത്തിരി ഭാരപ്പെടുന്ന ഒരു ഫേസാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തിയുടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, അടയാളം ശ്രദ്ധിച്ചോണം, കർത്താവ് നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ പോവാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ ഏറ്റെടുത്തോണം, പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ആമേൻ. അപ്പൊ നമുക്ക് കൺഫസ് ചെയ്യുക എന്ന ഒരു വാക്കിലേക്ക് നമുക്ക് ഇന്ന് പോകാം. അപ്പൊ ഞാൻ കൺഫസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ ഒരു സ്വഭാവത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലതവണ നമ്മളൊരു വചനത്തിലൂടെ എടുത്തിട്ടുണ്ട്. കർത്താവിന്റെ സ്വഭാവത്തെ പഠിക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിപ്പം എന്നെ വിളിക്കുന്ന സമയത്ത് ഞാനൊരു ദേഷ്യക്കാരനാണോ, ഞാനൊരു സൗമ്യ സ്വഭാവമുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയത്തില്ല അദ്ദേഹത്തിന്റെ മൂഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. മൂഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഏത് സ്വഭാവത്തിലാണ്, ദേഷ്യത്തിലാണോ, സങ്കടത്തിലാണോ, അല്ലെങ്കിൽ സന്തോഷത്തിലാണോ എന്നൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ പലപ്പോഴും തമാശകൾ പലരോടും പറയാറുള്ളൂ. ഇതേപോലെ തന്നെ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്. ഇത് മനസ്സിലാക്കാതെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പം മടുപ്പുകൾ സംഭവിച്ചേക്കാം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിരാശകൾ സംഭവിച്ചേക്കാം. നമ്മൾ ശ്രദ്ധിച്ചോണം. ഒരു വ്യക്തി ഈ ദിവസങ്ങളിൽ കൺഫസ് ചെയ്യുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ട്, ബ്രദറെ ഞാൻ ഏറ്റു പറയുന്ന കാര്യങ്ങൾ കർത്താവ് അത് എനിക്ക് ചെയ്തു തരുമോ? ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ചെയ്തു തരും. എൻ്റെ കൂടെ എന്ന് പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തു തരും എന്നൊന്ന് പറഞ്ഞ്. ആമേൻ. കർത്താവ് എനിക്ക് അത് ചെയ്തു തരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവ് അത് ചെയ്തു തരും തന്നെയാണ്. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്താട്ടെ. നമുക്ക് ഇന്ന് തിരുവചനത്തിൽ നിന്ന് കേൾക്കാം. അതിനോടൊപ്പം നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഓരോ വ്യക്തികളും സന്തോഷത്തോടെ ഇരുന്നാണ്. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണ്. വൻ കാര്യങ്ങൾ ചെയ്യും, വലിയ പ്രതീക്ഷയോടെ ഇരുന്നാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിങ്ങൾ എത്ര സാക്ഷ്യം പറയുന്നുള്ളതല്ല ഞാനിവിടെ നോക്കി നിൽക്കുന്നത്, എത്ര പേര് ഇതിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ ഇത്രയും 337 പേര് ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ ഇതിൽ ഞാൻ എണ്ണങ്ങളല്ല നോക്കുന്നത്, എത്ര പേര് കൂടുന്നുണ്ടോന്നല്ല എൻ്റെ വിഷയം. കാര്യം നമ്മൾ ഓൾറെഡി 500 പേർക്കുള്ള പ്ലാറ്റ്ഫോമാണ് ഇപ്പം സൂമിൽ എടുത്തിട്ടേക്കുന്നത്. ഇനി അത് 1000 ആയാലും നമ്മളത് കൂട്ടും. പക്ഷെ ഞാൻ നോക്കുന്നത് 1000-ഓ 500-ഓ അല്ല, ഇതിൻ്റെ അകത്തുനിന്നും കർത്താവിൽ നിലനിൽക്കുന്ന ആളുകളെയാണ്, ക്രിസ്തുവിൽ വളരുന്ന. ഞാൻ പറഞ്ഞല്ലോ, വന്നും പോയി നിൽക്കുന്ന നമ്മുടെ പ്രാർത്ഥനയിൽ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സൂം പോരാ, ഈ സൂമിന്റെ കണക്ക് പോരാ. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സാക്ഷ്യം ലഭിച്ചവരുടെ എണ്ണം നോക്കിയാൽ ഇത് പോരാ. നമുക്ക് ഈ 500-ഉം 1000-ഉം ഒന്നും പോരാ. അതിനേക്കാൾ ഇരട്ടി ആളുകൾ വിളിക്കാറുണ്ട്, ഒരു സാക്ഷ്യം പറയാറുണ്ട്. പക്ഷെ അവർക്കൊന്നും പ്രാർത്ഥനയിൽ കയറാനോ സമ്മതിക്കാനോ അവർക്ക് സമയങ്ങളില്ല, ചിലർക്ക് താല്പര്യമില്ല, ചിലർക്ക് അതിനുള്ള സാവകാശമില്ല. പക്ഷെ അവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അതിന്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കൂടി വരാൻ പറ്റുന്നുവെങ്കിൽ, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വിട്ടു പോകാത്തത്. അപ്പൊ പത്രോസ് ലീഹ പറഞ്ഞു, കർത്താവ് നിത്യജീവന്റെ മൊഴികൾ നിന്റെ അകത്തുണ്ട്. ആ മനസ്സിലായോ? എല്ലാവരും വിട്ടുപോകും. ചിലർ കർത്താവിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചവരാണ്, അപ്പം തിന്നവരാണ്, ഒത്തിരി സൗഖ്യം ലഭിച്ചവരാണ്. പക്ഷെ അവർ യേശുവിനെ വിട്ടുപോയി, ശിഷ്യന്മാർ പോയില്ല. കർത്താവ് പറഞ്ഞുകൊണ്ട്, പിതാവ് ആകർഷിക്കാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇതിൽ നോക്കുന്നത് മുഴുവനും കർത്താവ് ആകർഷിക്കുന്ന ആൾക്കാരെയാണ്. എണ്ണത്തിന്റെ പെരുപ്പമല്ല. എണ്ണം വർദ്ധിച്ചാൽ അത് വർദ്ധിക്കണം. അതാണ് ഏറ്റവും വലിയ ദൈവത്തിന്റെ പ്രത്യേകത. ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കണം, ജനം സുവിശേഷത്താൽ അനുഗ്രഹിക്കപ്പെടണം. ഇന്നത്തെ അനുഗ്രഹത്തിന്റെ ഒരു വാക്യം ഞാൻ വായിക്കാം. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിലാണ്, ഒറ്റ വാക്യം ഇന്ന് വായിക്കുന്നുള്ളൂ, അധികം വായിക്കുന്നില്ല. മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിന്റെ അകത്ത് പറയുകയാണ്, ആ വചനത്തിന്റെ അകത്ത് 1-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി
നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. ഇവിടെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ഈ വാക്കുകളൊക്കെ നോക്കിയാൽ നമുക്ക് ഒത്തിരി, ഞാൻ പലപ്പോഴും ഒക്കെ ആദ്യമൊക്കെ ഈ ബൈബിള് വായിക്കുമ്പോൾ ഞാൻ എന്തിനു പറയുന്നത്, നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കി വേണം പറയാൻ. ഏറ്റു പറയുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം, എന്നോടുള്ള ദൈവത്തിന്റെ മനോഭാവം എന്താണ്, എന്നെ കർത്താവ് തൊടുമോ, എന്റെ അവസ്ഥ മാറ്റുമോ, കർത്താവ്, ചിലരും ചോദിക്കും കർത്താവ് എന്നെ, ചിലരിങ്ങനെ പറയാറുണ്ട്, ബ്രദർ എന്റെയൊക്കെ പ്രാർത്ഥന ദൈവം കേൾക്കൂ. ബ്രദർ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. ഞാൻ തിരിച്ചാ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും. പിന്നെ മനസ്സിലായത് ആര് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കും, പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നു. ഇവിടെയാ കുഴപ്പം. ഈ ഒരു 3-4 വർഷമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എങ്ങനെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒത്തിരി റിസൾട്ടുകൾ ഉണ്ടായി. ആ പരിശുദ്ധാത്മാവ് തന്ന ഒരു വെളിപ്പാട്, എങ്ങനെ പ്രാർത്ഥിക്കണം. പലരുടെയും ജീവിതത്തിൽ വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്ന സാക്ഷ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി ആളുകളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്ന ഭയങ്കര പ്രതിസന്ധിക്കകത്ത് അവർ പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, ബൈബിൾ അരച്ചു വില കുടിച്ചവരാണ്, എല്ലാം ഓടി നടക്കുന്നവരാണ്, പക്ഷെ ഒരു രക്ഷയില്ല. പക്ഷെ എവിടെയാണോ അവർ ലോക്കായി കിടന്നത്, എവിടെയാണോ അവർ ബ്ലോക്കായി കിടന്നത്, അത് ക്ലിയർ ആയപ്പം അവരുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്ങുകളെ വരുന്നത് കാണാൻ ദൈവാത്മാവ് തന്ന ഈ വെളിപ്പാടിൽ കഴിഞ്ഞു. കർത്താവിന് കൃപ. ഇന്നും കർത്താവ് ഓരോ ദിവസവും വചനത്തിലൂടെ അത് തുറന്നു തരുന്നു. ഇന്നും കർത്താവ് തുറക്കും. ഒരു കുഷ്ഠരോഗി വന്നിട്ട് ചോദിക്കണം, കർത്താവിന്റെ അടുക്കൽ മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. ഇവിടെ നിങ്ങൾ നോക്കിയാണ്, ഒരു ചോദ്യമാണ്. ഒരു കുഷ്ഠരോഗി വന്നിട്ട്, അതിന് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന രോഗികൾ, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അവർ വഴിതെറ്റി വരുന്നൊന്നുമല്ല. അതായത് ഒരു സുപ്രഭാതത്തിൽ യേശു കടയിലോട്ട് പോയപ്പം, യേശു കവലയിൽ വന്നപ്പം, യേശു കടൽ തീരത്ത് വന്നപ്പം പെട്ടെന്ന് എന്നെ ഉണ്ട്, യേശു ആണോ എന്ന് ചോദിച്ചു വന്നവരൊന്നുമല്ല. യേശുവിനെ പറ്റി അറിഞ്ഞും കേട്ടും, അവിടെ ബൈബിളിൽ പറയുന്ന കർത്താവിന്റെ ശ്രുതി ദേശം എല്ലായിടത്തും പരന്നു. കർത്താവിനെ പറ്റിയുള്ള ശ്രുതി ദേശം എല്ലാം പടർന്നു. അപ്പൊ കർത്താവിനെ കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് ഇവരെല്ലാം വരുന്നത്. പക്ഷെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ചോദ്യം? ഈ കുഷ്ഠരോഗിയായ വ്യക്തി ചോദിക്കുകയാണ്, അവന്റെ അടുക്കൽ മുട്ടുകുത്തിയിട്ട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. എന്റെ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്ക് വന്നൊരു 3-4 വർഷം മുമ്പ്, ഞാൻ നേരി കണ്ടില്ല, ഒരു കുഷ്ഠരോഗിക്ക് വേണ്ടി എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം ആ കുഷ്ഠരോഗിയായിട്ടുള്ള വ്യക്തിയുടെ കയ്യെ കയറി പിടിച്ചാ പ്രാർത്ഥിച്ചത്. കൂടെ നിന്ന ആൾക്കാരൊക്കെ ഒരു നിമിഷം നെട്ടിപ്പോ, ഞാനല്ല കേട്ടോ, എന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറാ പ്രാർത്ഥിച്ചു. ഞാൻ നേരി കണ്ടിട്ടില്ല, പക്ഷെ കണ്ടവര് പറഞ്ഞതാണ്. വ്രണം പോലിരിക്കുന്ന അദ്ദേഹത്തിന്റെ കരത്തെ കൈ പിടിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. വലിയ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായെന്നാണ് ഞാൻ കേട്ടത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടു സഹോദരനാണ്. അപ്പം കണ്ടതെന്നവർ പറഞ്ഞത്, അത് വ്രണം ഇങ്ങനെ പൊട്ടിയിട്ട് ഒലിക്കുക, ആ മുറിവേന്ന് വ്രണം പൊട്ടി ഒലിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു 5-6 വർഷം മുമ്പ് നടന്ന കാര്യം ഞാൻ ഈ പറയുന്നത്, കോട്ടയത്ത് നടന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ ഈ രോഗമുണ്ട്. അപ്പൊ ഇത് ഈ വ്യക്തി എനിക്ക് തോന്നുന്നത്, ഈ വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ അകത്ത് ഈ കുഷ്ഠരോഗിയെ പറ്റി തന്നെ ബൈബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നോക്കിയാൻ പറ്റും. ഇവനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ ആരെയെങ്കിലും തൊട്ടാൽ ശുദ്ധീകരണ നിയമപ്രകാരം ആരെ തൊട്ടോ ആ തൊട്ടേറ്റ വ്യക്തി, ആരെ തൊട്ടതാണോ ആ വ്യക്തി പാളയത്തിന്റെ പുറത്ത് പോയി ശുദ്ധീകരണ നിയമപ്രകാരം എന്ത് ചെയ്യണം? 7 ദിവസം വെളിയിൽ പോയി നിൽക്കണം. ആ ശുദ്ധീകരണ നിയമം കഴിഞ്ഞതിന് ശേഷം പുരോഹിതനെ കണ്ട് നിനക്ക് കുഴപ്പമില്ല, നിനക്ക് കുഷ്ഠരോഗം ഇല്ല എന്ന് കൺഫേം ചെയ്തിട്ട് വേണം വീട്ടിൽ പോകാൻ വേണ്ടി. എന്തൊരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കി. ഈ വ്യക്തി എങ്ങാനും അറിയാതെ ഒരുത്തനെ തൊട്ടാൽ, തൊട്ടവന് കുഴപ്പമില്ല, പക്ഷെ ആരെയാണോ തൊട്ടത് അവൻ എന്ത് ചെയ്യണം? പാളയത്തിന്റെ പുറത്ത് ഭാര്യനെ, മക്കളെയോ, കൂട്ടുകാരെയോ, നാട്ടുകാരെയോ ഒരുത്തനെയും കാണാതെ 7 ദിവസം, 7 ദിവസമാണ് എനിക്ക് തോന്നുന്നത്, കുറെ നാൾ മുമ്പ് വായിച്ചതാ കേട്ടോ. ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. എങ്കിലും പാളയത്തിന്റെ പുറത്ത് പോയി അവന് കുഷ്ഠമുണ്ടോ എന്ന് കൺഫേം ചെയ്യുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്ത്, ഇനി തിരിച്ചു വന്ന് പുരോഹിതനെ കാണിച്ച് അവന് കുഷ്ഠമില്ല എന്ന് കൺഫേം ചെയ്തിട്ട് വേഷം അവൻ മക്കളെയും കൊച്ചുങ്ങളെയും ഭാര്യയും ഭർത്താവിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ, ആരാണെങ്കിലും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ വ്യക്തി യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, കർത്താവേ നിനക്ക് മനസ്സുണ്ടോ? അതിന്റെ അർത്ഥം ആ കാലഘട്ടത്തിൽ ഒരു യഹൂദനും അവനെ തൊടത്തില്ല. ഇപ്പൊ മനസ്സിലായോ? ആ കാലഘട്ടത്തിൽ ഏതെങ്കിലും യഹൂദനെ ഇവൻ തൊട്ടാൽ അവൻ ഇവനെ ശാപിക്കും. ഗതികെട്ടവൻ എന്നെ കയറി തൊട്ടല്ലോ, ഗതികെട്ടവൻ എന്നെ കയറി തൊട്ടത് കൊണ്ട് ഞാനിനി എനിക്ക് ഭാര്യയും കാണാൻ പറ്റത്തില്ല. അതിനേക്കാൾ ഏറ്റവും വലിയ ക്രൂരമായ അവസ്ഥ എന്ന് പറഞ്ഞ്, ഈ കുഷ്ഠം വന്നാൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ഭാര്യയും മക്കളെയും കാണാം, പിന്നെ 7 ദിവസം കഴിഞ്ഞാലും കാണാം. 7 ദിവസം കഴിഞ്ഞവന് കുഷ്ഠമുണ്ടെങ്കിൽ ജീവിതത്തിൽ അവന് കാണാൻ പറ്റത്തില്ല, ജീവിതത്തിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാരുടെ ഇടയിലോ ഇനി അവന് വീട്ടുകാരുമായിട്ടൊരു സമ്പർക്കത്തിലേക്ക് പോകാനോ കഴിയത്തില്ല. നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ ക്വാറന്റൈനേക്കാൾ അവസ്ഥയാണ്. പോരാത്തതിന് ശരീരം പൊട്ടി വ്രണം വരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ചോദിച്ചത്, കർത്താവേ നിനക്ക് മനസ്സുണ്ടോ? കാരണം എന്നെപ്പോലെ ഒരാളെ തൊടാൻ,
എന്നെപ്പോലൊരു വ്യക്തിയെ സ്പർശിച്ച് എന്നെ സൗഖ്യമാക്കുവാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചത് യേശുവിന് കഴിയത്തില്ലെന്ന് അവൻ അറിയുന്നു. കർത്താവിന് കഴിയുമെന്ന് അവൻ അറിയാം. പക്ഷെ എന്നെപ്പോലെ തൊട്ടാലോ തൊടുന്നവനും തൊട്ട ഏറ്റവും എല്ലാം അശുദ്ധനാകുന്ന ഒരു സമയത്ത് നിനക്ക് കഴിയുമോ? അവിടെ പറയുന്ന അപേക്ഷിച്ചു എന്നാ പറഞ്ഞത്. യേശു മനസ്സലിഞ്ഞു കൈനീട്ടി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കമ്പാഷൻ എന്നൊരു വാക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ദയ. ഈ മനസ്സലിവിനേക്കാൾ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വാക്കാണ് കമ്പാഷൻ. ദൈവം അവനോട് മനസ്സലിഞ്ഞു. ശ്രദ്ധിച്ചോണം, നമ്മൾ പലപ്പോഴും കർത്താവിന്റെ തിരുസന്നിധിയിൽ പോയിട്ട് ഈ മസിലി പിടിക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ തടസ്സം. നിങ്ങളുടെ ബലഹീനതകളെ കർത്താവിന് നന്നായിട്ട് അറിയാം. ചിലർ പറയാറുണ്ട്, ബ്രദറെ എനിക്ക് അവരെ പോലെ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ബ്രദർ, പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നിങ്ങളുടെ ഈ വേദന യേശുവിനറിയാം. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് മോഡിഫൈ ചെയ്യും, അവരെ പോലെ ആകാൻ നോക്കും, അവരെ പോലെ പ്രാർത്ഥിക്കാൻ നോക്കും, അവരെ പോലെ വിശ്വാസത്തിൽ ബലപ്പെടാൻ നമ്മൾ ആക്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു സാക്ഷ്യവും പറയാനില്ലെങ്കിൽ വേണ്ടെന്നേ. ഇവിടെ നിങ്ങൾ ഒരു സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ, അയ്യോ ബ്രദറിന്, ചിലരങ്ങനെ, ബ്രദറിന് ഇനി സാക്ഷ്യം പറഞ്ഞില്ല എന്തെങ്കിലും തോന്നുന്നു, എനിക്ക് ഒരു കുഴപ്പമില്ല, കർത്താവാണ് ചെയ്യുന്നത്, സാക്ഷ്യം ദൈവമാണ് ചെയ്യുന്നത്, അത്ഭുതം ദൈവമാണ് ചെയ്യുന്നത്, ഞാൻ അത്ഭുതം നോക്കിയിരിക്കാറില്ല, അത്ഭുതം നടക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്, അത്ഭുതം ഉണ്ടാകുമെന്ന് എല്ലാ ദിവസവും അത്ഭുതത്തെ ജീവിക്കുവാൻ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ അത്ഭുതം കേട്ടില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ എപ്പോഴും ഓർത്തോണം, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവത്തിന് എന്നോടുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ, എൻ്റെ എല്ലാവിധമാകുന്ന പരിമിതികളിൽ ദൈവത്തിന് എന്നോട് മനസ്സലിവാണ്. ഒന്നാലോചിച്ച് നോക്കി, യഹൂദ നിയമപ്രകാരം ഇവനെ തൊടാൻ പറ്റത്തില്ല. യഹൂദ നിയമപ്രകാരം എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എറിഞ്ഞു വരെ കൊല്ലാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവൻ ചോദിക്കുകയാണ്, കർത്താവേ നിനക്ക് എന്നോട് മനസ്സലിവുണ്ടോ? ബൈബിളിൽ പറഞ്ഞു യേശു മനസ്സലിഞ്ഞു. മറ്റൊരു സ്ഥലത്ത് കൊടുക്കുന്ന യേശുവിന് മനസ്സുണ്ടെന്ന് പറയുന്നതാണ്. പക്ഷെ മർക്കോസിലേക്ക് വരുമ്പോഴേക്കും മനസ്സങ്ങോട്ട് അലിയും. അതിന്റെ അർത്ഥം അവന്റെ വേദന കണ്ടപ്പോൾ, അവന്റെ അവസ്ഥ കണ്ടപ്പോൾ, അവന്റെ രോഗം കണ്ടപ്പോൾ, അവന്റെ ബലഹീനത കണ്ടപ്പോൾ, ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ അവന്റെ നിസ്സഹായ അവസ്ഥ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ വചനമൊക്കെ പറയുമ്പം ബലം പിടിക്കുമെന്നും വേണ്ട. കർത്താവിന് നിങ്ങളോട് മനസ്സലിവുണ്ട്. നിങ്ങളുടെ ദുഃഖത്തിൽ ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ എവിടെയാണ് ബ്രദറെ അപ്പൊ ചോദിക്കുന്നത്, ബ്രദർ എന്തുകൊണ്ട് കർത്താവ് എന്നെ സഹായിക്കുന്നില്ല? അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണ്, നമ്മുടെ ഒരു ചോദ്യമാണ് ഞാൻ പറയുന്നത്. ദൈവം എന്തുകൊണ്ട് എന്നെ കാണുന്നില്ല? ഒരു ചോദ്യം പലരും ചോദിക്കും. കർത്താവ് എന്നെ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും ലോകത്തുള്ള സകല ബ്രദർമാരെയും പാസ്റ്റർമാരെയും ഉപദേശിമാരുടെയും അച്ഛന്മാരുടെയും എല്ലാം പുറകെ ഞാൻ പോയി, പക്ഷെ എന്തുകൊണ്ട് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം, എൻ്റെ ഈ ബലഹീനതയിൽ എന്നോട് മനസ്സലിയുന്നൊരു കർത്താവാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു പരിമിതി ഉണ്ടെങ്കിൽ, നമുക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ, നമുക്കൊരു കുറവുണ്ടെങ്കിൽ ആ കുറവ് മാറ്റിയിട്ട് വരാൻ പറയുന്ന കർത്താവല്ല. ആ കുറവിൽ നിന്നുകൊണ്ട് തന്നെ എന്നോട് മനസ്സലിഞ്ഞ് എന്നെ സഹായിക്കാൻ റെഡിയാന്ന് പറയുന്ന കർത്താവിനാണ്. ഈ വാക്യം തന്നെ എനിക്ക് തോന്നുന്നു മത്തായിയിൽ ഒന്ന് എടുക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ട്? യേശു പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് മനസ്സുണ്ട് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കണം. ഇവിടെ വചനം പറയുകയാണ്, കുഷ്ഠരോഗിയുടെ അടുക്കൽ വന്നിട്ട് കുഷ്ഠരോഗി കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തിട്ട് ചോദിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്നാണ്. എനിക്ക് തോന്നുന്നു മത്തായിയിൽ 4 എനിക്ക് തോന്നുന്നത്. മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ട്. മത്തായി 4 ഇവിടെ എനിക്ക് തോന്നുന്നു മത്തായിലാണ്, ലൂക്കോസിലാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ പറഞ്ഞേക്കരുത്, യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചോണം. അന്നത്തെ കാലഘട്ടത്തിൽ മനസ്സലിഞ്ഞാൽ മാത്രം പോരാ, കൈ നീട്ടി അവനെ തൊടണമെങ്കിൽ യഹൂദ നിയമപ്രകാരം യേശു പാളയത്തിന്റെ പുറത്തു പോകണം. കുഷ്ഠം മാറിയില്ലെങ്കിൽ, അവനെ തൊട്ടിട്ട് അവന്റെ സൗഖ്യമായില്ലെങ്കിൽ യേശുവിനെ കല്ലെറിയാൻ വരെ സാധ്യതയുണ്ട്. അവിടെ യേശു പാളയത്തിന്റെ പുറത്ത് വരെ പോകാൻ വലിയ റിസ്ക്കാ അത്. പക്ഷെ കർത്താവ് അവരൊന്നും നോക്കത്തില്ല. നമ്മളാണ് ദൈവത്തിന്റെ വിഷയം. ആളുകൾ അവിടെ കൂടെ നിൽക്കുന്നുണ്ട്. കർത്താവിന് വേണം ചിന്തിക്കാൻ, ഞാനൊരു യഹൂദനല്ലേ? കർത്താവ് എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ മനോഭാവം മനസ്സിലാക്കണം. നമ്മൾ കർത്താവിന്റെ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം. എന്നോട് ദൈവത്തിന് മനസ്സലിവുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പം എൻ്റെ കർത്താവ് മത്തായി അനുസോവരി എടുത്തിട്ടുണ്ട്, ലൂക്കോസ് 5:3 എടുത്തിട്ടുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് നോക്കി. എനിക്ക് ആ ഒറ്റ വാക്ക് കിട്ടാൻ വേണ്ടിയാണ് കർത്താവ് പറയുന്നത് പോലെ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്നത് മനസ്സലിഞ്ഞ് കൈ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകുക. ഈ വാക്യം അവിടെ തന്നെ ഉണ്ട്. മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവിന് എന്നോട് മനസ്സുണ്ട്.
കർത്താവിന് എന്നോട് മനസ്സുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയും. ഇതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. നമ്മൾ ഏറ്റുപറയുമ്പം, ബ്രദറെ എൻ്റെ വിഷയത്തിൽ എനിക്ക് ഒത്തിരി കുറവുണ്ട് ബ്രദർ, എനിക്ക് ഒത്തിരി ബലഹീനത ഉണ്ട് ബ്രദർ, എനിക്ക് ഒത്തിരി പരിമിതി ഉണ്ട് ബ്രദറെ, ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യുമോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് നിങ്ങളോട് മനസ്സലിവുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളായി തന്നെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ബലം പിടിക്കാൻ പോകരുത്. കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ കരയുക. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ പറ, കർത്താവ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കർത്താവേ, എൻ്റെ യേശുവേ അങ്ങ് എന്നെ നന്നായിട്ട് അറിയുന്നല്ലോ. നമ്മൾ അവിടെ ഈ മുട്ടുകുത്തുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. കർത്താവിനെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ മനസ്സലിവ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് വരുന്ന സമയത്ത്, ഏറ്റു പറയുന്ന സമയത്ത് നമ്മുടെ ഒരു മനസ്സിലുണ്ട്, ഈ യേശുവിനെയാണ് കാൽവരി ക്രൂശിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കർത്താവ് പറഞ്ഞത് എൻ്റെ നാമത്തിൽ ചോദിക്കുക ഞാൻ തരും. ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന് മനസ്സിലിവാണ്, എന്നെ സഹായിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ഈ മസിലിപിടുത്തമാണ്. ഈ മസിലിപിടുത്തം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലായല്ലോ. മസിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബോഡി ടൈറ്റ് ആക്കുന്ന ഒരാശയമല്ല ഉദ്ദേശിച്ചത്. നമ്മൾ അവിടെ പോയിട്ടുള്ളതങ്ങ് പറയാം, കർത്താവ് ഞാൻ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞ അവസ്ഥ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അത് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവസ്ഥയെ അറിയുന്ന ഒരു കർത്താവ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം പറയാൻ. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. എനിക്കൊരു ബലഹീനതയുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഒരു ബലഹീനത ആരെങ്കിലും എന്ന് പറഞ്ഞു, ഇനി ഞാൻ എപ്പോഴും പറയുന്നല്ലേ, ഒരു ബലഹീനത, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബലഹീനത, നിങ്ങൾക്ക് അത് തടസ്സമാണ് തോന്നുന്ന ഒരു ബലഹീനത ഒന്ന് പറഞ്ഞേ. പാപമൊന്നും പറയരുത്, ബലഹീനത പറയാനുണ്ടോ? പ്രാർത്ഥിക്കാനുള്ള മടി, ചിലപ്പോഴൊക്കെ വേദോസ്തം വായിക്കാനൊക്കെയുള്ള മടി, അത് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. വേണ്ടുന്ന രീതിയിൽ ഒരു പെട്ടെന്ന് ദേഷ്യം വരിക. ഓക്കെ, അപ്പൊ എനിക്ക് ഒട്ടുമുക്കാൽ ആൾക്കാരും ആയിരിക്കുന്ന ഒരു ബലഹീനത എന്ന് പറഞ്ഞ ദേഷ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്, പറഞ്ഞു കേട്ടപ്പോൾ തോന്നുന്നു. അപ്പൊ നമ്മളെല്ലാവരും ഏകദേശം ഒന്നാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ ഒരു ക്രിയേറ്റിംഗ് കർത്താവ്. ഇതെല്ലാം നമ്മുടെ തന്നെ. ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് വിശ്വാസത്തിൽ ബലപ്പെടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ ഓപ്പണായിട്ട് പറയാൻ പറ്റാത്ത പല ബലഹീനതയുണ്ട്. ഞാൻ ഉദാഹരണമായിട്ട് ദേഷ്യമൊക്കെ നമ്മുടെ ബലഹീനതയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ നിയന്ത്രിക്കാൻ കഴിയാത്ത പല സ്വഭാവങ്ങളും, ഇനി ഒരു പാപ സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിയന്ത്രിക്കാൻ പറ്റാത്ത, നിർത്താൻ പറ്റാത്തൊരു പാപ സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്താൻ ശ്രമിക്കരുത്. ശ്രദ്ധിച്ചോണം, അത് നിർത്താൻ ശ്രമിക്കരുത്. സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഈ പാപ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് അറിയാവോ? ഇത് നിന്നെ വിട്ടേച്ചു വാ. നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കും തോറും നിങ്ങൾ അതിൽ വർദ്ധിക്കത്തേ ഉള്ളൂ. ഒരു പാപ സ്വഭാവം നിങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ചു, പാപം ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ട്. ആ പാപ സ്വഭാവം നിർത്താൻ പറ്റുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്തു ചെയ്യും? നിങ്ങളത് നിയന്ത്രിക്കാൻ ശ്രമിക്കും. നിങ്ങളത് നിർത്താൻ വേണ്ടി പല പരിപാടി നോക്കുക. അത് കൂടുന്നല്ലാതെ കുറയത്തില്ല. ഈ അവസ്ഥയൊക്കെ ഞാൻ മൊത്തത്തിൽ അങ്ങ് കണക്ട് ചെയ്ത് പറയുകയാണ്. ഈ വ്യക്തിയോട് മനസ്സലിഞ്ഞ്, നമ്മുടെ കർത്താവേ എന്നെ സഹായിക്കണേ യേശു, അങ്ങേക്ക് കഴിയും, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് വചനം പറയണം. ശ്രദ്ധിച്ചോണം, ആ വിഷയം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. എനിക്ക് ആ കുറവുണ്ട് കർത്താവ്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കർത്താവ്, എനിക്ക് അതുകൊണ്ട് കർത്താവ്, എനിക്ക് ഈ കുറവുണ്ട് കർത്താവ്, എനിക്ക് ഈ പാപമുണ്ട്, ഇതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇത് ദൈവസന്നിധിയിൽ പറഞ്ഞതിന് ശേഷം വചനം പറയുവാൻ ആരംഭിക്കണം. എന്താ ഞാൻ ഇതിന് ആദ്യം പറയാൻ പറഞ്ഞറിയാവോ? നിങ്ങൾ എന്താന്നുള്ളത് ആദ്യം അവിടെ തുറക്കുക. അല്ലെ നമ്മൾ എന്നെ കുഴപ്പമൊന്നുമില്ല, ഇതും വെച്ചുകൊണ്ട് ഭയങ്കര അങ്ങോട്ട് വചനം പറയാൻ ശ്രമിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയാവോ? ഈ സ്വഭാവം, പാപ സ്വഭാവം പൊങ്ങി വരും. പിന്നെ നമ്മൾ അതിനെ ഒതുക്കാൻ പോകുന്നു, വചനം പറയാൻ പോകുന്നു, പിന്നെ വചനം പറയുന്നു, ഇത് ഒതുക്കാൻ നോക്കുന്നു. ഒന്നും വേണ്ട. ഇത് നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ആ പാപ സ്വഭാവവും മാറും. നിങ്ങളുടെ ഏതാണോ നിങ്ങൾ ചോദിക്കുന്ന ആവശ്യം അതും ക്ലിയർ ആവും. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ, ദൈവത്തിന്റെ ആഗ്രഹം ബൈബിളിൽ പറയുന്നു, കർത്താവിന്റെ വചനം എൻ്റെ പ്രാണനെയും എൻ്റെ ആത്മാവിനെയും എൻ്റെ സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചെല്ലുന്നു. ദൈവത്തിന്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതും അതെന്റെ പ്രാണനെയും എൻ്റെ സദ്യമജ്ജകളെയും വേർപിടിക്കും വരെ തുളഞ്ഞു ചെല്ലുന്നതാണ്. അകത്തോട്ട് ചെന്നിട്ട് നമുക്ക് എവിടെയാണോ ജയിക്കാൻ പറ്റാത്ത സ്വഭാവമുള്ളത്, അവിടുന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. നമ്മൾ പലപ്പോഴും അവിടെ കിടന്ന് മസിൽ പിടിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. മസിൽ പിടിക്കരുത്. ഞാൻ മസിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മൾ ദൈവസന്നിധിയിൽ പോയിട്ട് വിശ്വാസവചനം പറയുമ്പോൾ, ഞാനൊക്കെ ആദ്യം വിശ്വാസവചനം പറഞ്ഞ് നമുക്ക് അവസാനം മടുപ്പ് വരും.
ആ സമയത്തായിരിക്കും ലോകത്തില്ലാത്ത സകല ബലഹീനതയും പൊങ്ങി വരുന്നത്. അപ്പൊ കർത്താവെ എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം ആ വഴി അങ്ങ് പോവാ. എന്റെ കർത്താവെ എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്റെ യേശുവെ എന്നെ സഹായിക്കണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ തന്നെ വചനം പറയാൻ തുടങ്ങണം. അത് പിന്നെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതി വന്നാൽ ഉടനെ പറ, കർത്താവെ എന്നെ ഹെൽപ്പ് ചെയ്യണം. നിർത്തരുത് വചനം. വചനം എന്ത് ചെയ്യുന്നറിയോ? നിങ്ങളുടെ ഉള്ളറയിലേക്ക് പ്രവേശിച്ച് കൺഫസ് ചെയ്യുമ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കൺഫസ് ചെയ്യാന്ന് പറഞ്ഞാൽ നടന്ന കാര്യത്തെ ഉയർത്തിപ്പിടിക്കുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പൊങ്ങി വരും. ഞാൻ എന്തിനാ ഇന്ന് ഈ വചനം എൻ്റെ ഉള്ളിൽ കർത്താവ് ഇന്ന് ഈ വാക്യം എടുക്കാൻ പറഞ്ഞത്? കർത്താവുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ആവശ്യമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച സ്കൂളിലെ നമ്മളെ വടിയായിട്ട് നിൽക്കുന്ന, തല്ലാൻ നിൽക്കുന്ന ഒരു പ്രിൻസിപ്പളായിട്ട് നിങ്ങൾ കാണരുത് കർത്താവിനെ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിലെ ഏറ്റവും വലിയ MD ആയിട്ട് നിങ്ങൾ ദൈവത്തെ കാണരുത്. കർത്താവിന് നിങ്ങളോട് മനസ്സലിവുള്ളത്, നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ വിടുവിക്കുവാനും. കാരണം യേശുവിന് നിങ്ങളെ വേണം, കർത്താവിന് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങളില്ലാതെ കർത്താവിന് ജീവിക്കാൻ കഴിയത്തില്ല. അപ്പൊ ബ്രദർ എന്തായി പറയുന്നത്? അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തങ്ങൾ കൂടിയവരായി മരണത്തിന്റെ അധികാരിയായി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മളെയൊക്കെയും വിടുവിച്ചു. അപ്പൊ നമ്മൾ മക്കളായതുകൊണ്ട് നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ മനസ്സ് കാണിച്ച കർത്താവാണ് എൻ്റെ ദൈവം. ഈ കർത്താവിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്തിനാ ഈ ബലം പിടിക്കുന്നത്? ഈ ദിവസങ്ങളിൽ പറ, കർത്താവ് എനിക്കത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ എന്നെ സഹായിക്കണം. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറയും, ഒരു ഷാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ ഷാജി, അതേപോലെ തന്നെ പോൾ എന്ന് പറയുന്ന ഒരു പോൾ, ഷാജി എന്ന് പറയുന്ന പോളെന്നും കൂടെ ബന്ധമുള്ള ഒരു വ്യക്തിയെയും കൂടെ കണക്ട് ചെയ്ത് ഒരു കുടുംബത്തിൽ തന്നെ ഷാജിയുണ്ട്, പോളിനെയും കണക്ട് ചെയ്ത് പോളിന്റെയും ഷാജിയുടെയും ഇടയിലായിട്ട് നിൽക്കുന്ന ഒരു ഒരു വ്യക്തിയും കൂടെ ഞാൻ കാണുന്നുണ്ട്, സഹോദരിയെ ഞാൻ കാണുവാണ്. യേശുവിന്റെ നാമത്തിൽ എൻ്റെ കർത്താവിനെ പറഞ്ഞ സഹോദരിനെ ദൈവാത്മാവിന്ന് സ്പർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ജയിലാണ് ആ സഹോദരന്റെ പേര് തുടങ്ങുന്നതായിട്ട് കാണുന്നത്. ഷാജിയും പോളും ഉള്ള ഭവനത്തിൽ യേശുവെ ആരാധന. എല്ലാവരും പ്രാർത്ഥിച്ചു. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കൺഫസ് ചെയ്യണം, എനിക്ക് യേശുവിന്റെ മുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസ് എനിക്കുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിന്ന് എനിക്ക് സുജസൗകര്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ആ സിസ്റ്ററോട് ചെറുതായിട്ടൊന്ന് മറുപടി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനത് സിസ്റ്ററോട് ഞാൻ റിപ്ലൈ കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞു, നമുക്ക് നമ്മുടെ മരണത്തെ നിയന്ത്രിക്കാൻ കഴിയുമോ? നമ്മുടെ ആയുസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും നമ്മുടെ ആയുസ്സിന്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും. നമുക്ക് വചനത്തിലൂടെ തന്നെ നമുക്ക് ആ ഒരു സ്റ്റഡിയിലോട്ടൊന്ന് പോകാം. പലപ്പോഴും ചിന്തിക്കും, നമുക്ക് ആരോഗ്യത്തിന്റെ മേൽ നമുക്ക് അധികാരമുണ്ട്. ദൈവം നമുക്ക് എല്ലാത്തിൻ്റെ മേൽ അധികാരം തന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് പലപ്പോഴും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു പ്രാർത്ഥനക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ദൈവസന്നിധിയിൽ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. യേശുവേ, നമുക്ക് ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കാം. ആരാധന യേശുവേ. കർത്താവിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നല്ലോ. എൻ്റെ കൂടെ ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ, രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് പറ, ഈ രോഗത്തിനും എൻ്റെ മേൽ അധികാരമില്ല. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട്, ദീർഘായുസുണ്ട്. കട്ടിലെ കിടക്കത്തില്ല ഞാൻ. നമ്മൾ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പോവാ, വിശ്വാസത്തിന്റെ അന്തരീക്ഷം. ഇന്ന് ഈ പ്രാർത്ഥനയെ കൂടി വരുന്ന ആൾക്കൂടി ഞാൻ പറയുന്നു, വിശ്വാസത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ വീടിൻ്റെ അകത്ത് ഉണ്ടാക്കണം. അതും ഇതും പറയുന്ന പ്രസംഗങ്ങളെല്ലാം എടുത്ത് നിങ്ങൾ തലയ്ക്കകത്തോട്ട് കയറ്റരുത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, പല ആൾക്കാരും ഒത്തിരി സംശയങ്ങൾ ചോദിക്കും. ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്ത പ്രസംഗങ്ങൾ കേൾക്കാൻ പോകരുത്. നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ അവരും വചനമല്ല പറഞ്ഞു, പിശാചും ബൈബിള് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പിശാച് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ സംശയം ക്ലിയർ ചെയ്യുക. പിശാച് വന്നിട്ട് യേശുവിനോട് ലോകത്തില്ലാത്ത ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല ചോദിച്ചത്. കർത്താവ് നമ്മൾ പറഞ്ഞാല് ഓരോന്നിന്റെ രാസനാമം ഒന്നും വന്നും അല്ല പിശാച് വന്ന് സംശയം യേശുവിനെ പരീക്ഷിച്ചത്. ആണോ PSC ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആണോ വന്ന് ചോദിച്ചത്? അല്ല, ബൈബിളിലെ വാക്യവുമായിട്ടാണ് പുള്ളി വന്നത്. പ്രസംഗിക്കാൻ വേണ്ടി വന്ന പോലെ പറഞ്ഞത്. വലിയ വചനങ്ങളാണ് പറഞ്ഞത്, നമുക്ക് പോലും അറിയാത്ത വചനങ്ങളാണ് പുള്ളി പറഞ്ഞത്. ഇപ്പൊ ശ്രദ്ധിച്ചോണം, എല്ലാ വചന പ്രഘോഷണങ്ങളും പരിശുദ്ധാത്മാവാന്ന് ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ഞാനിത് മൊത്തത്തിൽ അങ്ങ് പറയുകയാണ്, നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാകണം, ഭയം മാറണം, സമാധാനം ഉണ്ടാകണം. വചനം കേട്ട വ്യക്തിക്ക് 3 ദിവസം അവരാഹാരം പോലും മറന്നുപോയി യേശുവിൻ്റെ ഒപ്പം. നമുക്കാണെങ്കിൽ 1 മണിക്കൂർ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന വയറ് കത്തുമല്ലേ. യേശുവിൻ്റെ കൂടെ ഇരുന്നിട്ട് 3 ദിവസം അവർ മരുഭൂമിയിൽ എന്ത് ചെയ്തു? ആഹാരം പോലും മറന്നുപോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി,
വീട്ടിൽ ഗ്യാസ് ഓഫ് ചെയ്തോ, എൻ്റെ ദൈവമേ ചിട്ടിക്കാരനോട് എന്നാ വരാതെ പറയും, ഇതൊന്നും അവർ ഓർത്തില്ല. വചനം കേട്ട് അവർ വലിയൊരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലോട്ട് കയറിപ്പോയി. യേശു പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വചനം അങ്ങനെയാണ്. സമാധാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടായി വരും. വചനം കേൾക്കുന്നവന് സമാധാനം ഉണ്ടാവും. അത് കിട്ടാത്ത ഒരു സ്ഥലവും പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനമല്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് സംശയം ചോദിക്കുന്ന ആൾക്കാരോട് മൊത്തത്തിൽ അങ്ങ് പറയുക. അല്ലാതെ ബ്രദറെ, ഞാൻ അവിടെ ഒരു പ്രസംഗം കേട്ടു, എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനോ, ഇവിടെ ഒരു പ്രസംഗം കേട്ടു, എനിക്ക് ഭയങ്കര ഭാരം, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കരുത്. പിന്നെ നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾ വെച്ച് നോക്കിയേ, കുഷ്ഠരോഗിയോട് യേശുവിന് പറയാൻ പറ്റില്ല, നീ ഗതികെട്ടവനാ, നിനക്ക് കുഷ്ഠം വന്നോ, നന്നായി പോയി, നീ മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ടാ എന്ന് കർത്താവ് പറയായിരുന്നല്ലോ. കർത്താവ് അവനുടെ മനസ്സലിവ് തോന്നി, അവനെ തൊട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങളെ കർത്താവ് തൊടും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. രോഗിയുടെ മേൽ കൈവച്ച യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം നടക്കുക. വർഷങ്ങളായി പഴങ്ങി തന്ന രോഗങ്ങൾ കിടക്കമേൽ നിങ്ങളെ അടുത്തെങ്ങാനും കിടപ്പ് രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിസിറ്റ് ചെയ്യണം. ഓറഞ്ച് ആപ്പിൾ മേടിച്ചില്ലെങ്കിൽ അവിടെ പോയിട്ട് രണ്ടേ വാക്ക്, വലിയ നിങ്ങൾ ഒത്തിരി പ്രാർത്ഥനയൊന്നും വേണ്ട, യേശു അവിടെ പറയാൻ പറ്റുമെങ്കിൽ, അവർ കേൾക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ, സഹോദരി, യേശു നിന്റെ ഈ രോഗത്തിന് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത്, നിന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. യേശുവിന്റെ മുറിവ് നിനക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. നീ വിശ്വസിക്കുന്നുണ്ടോ? ഇനി നീ വിശ്വസിച്ചില്ലെങ്കിലും ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് അവരെ അങ്ങ് എണീപ്പിക്കണം. എന്നിട്ട് പറയണം, യേശു ജീവിക്കുന്നുണ്ട്. വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാൻ പോകണ്ട. ചിലർ അവിടെ പോയിട്ട് വലിയ പ്രാർത്ഥന, ഞാനൊക്കെ മെഡിക്കൽ കോളേജിൽ വിസിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, ഇതൊക്കെ ഞാൻ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു വിടുക കേട്ടോ, നിങ്ങൾ ചിന്തിക്കരുത് ബ്രദർ ആവശ്യമില്ലാതൊക്കെ പറയുമെന്ന്. ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ നോട്ടീസ് ഒട്ടിച്ച് വെച്ചു, ഇനി പ്രാർത്ഥനക്കാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. കാര്യം അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി, അവിടെയുള്ള രോഗികൾക്കും പേടി വരുത്തി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് വിളിച്ചു പറയുന്നതാണ് പ്രാർത്ഥന. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ യേശു ആ വ്യക്തിയുടെ മുറിവേറ്റുന്നു? ധൈര്യമായിട്ട് കൈവച്ചോണം. അപ്പൊ മനസ്സ് പറയും, സൗഖ്യം ആയില്ല എന്നെ അടുക്കുക, അതെന്റെ വിഷയമല്ല. എന്റെ വിഷയം യേശു മുറിവേറ്റു, എന്നോട് കൈവെക്കാൻ പറഞ്ഞു, ഞാനത് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. ഇതാണ് പ്രാർത്ഥിക്കേണ്ട ആളുടെ മനസ്സിൽ കയറേണ്ടത്. യേശു പറഞ്ഞു, നീ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്തുവാ? ഒന്ന് പറഞ്ഞു, നമ്മുടെ ഡ്യൂട്ടി എന്തുവാ? സംശയങ്ങളൊക്കെ ഞാൻ തീർക്കട്ടെ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഓരോരുത്തോട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്തുവാ? വിശ്വസിക്കുന്നത് ആമേൻ. അപ്പൊ കൈ വെക്കുക എന്നുള്ളതാണ് എന്റെ ഡ്യൂട്ടി. ചോദിക്കും, ബ്രദറെ എനിക്ക് കൈ വെക്കാനുള്ള യോഗ്യത ഉണ്ടോ? നിങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ കൈ വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ മനസ്സിലായോ? യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി രോഗികൾക്ക് ഞാൻ സൗകര്യം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഒന്ന് കൈ വെച്ചിട്ട്, ഒറ്റ കാഴ്ചയും വേണ്ട, കൂച്ചയും വേണ്ട, യേശു നിനക്ക് വേണ്ടി മുറിവേറ്റ്, യേശുവിന്റെ മുറിവിനും കർത്താവ് ഈ മകൾക്കും ഈ മകനും സൗഖ്യം വന്നിരിക്കുന്നു, എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ഒന്നും ചെയ്യേണ്ട. കർത്താവിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അവർ, അയ്യോ ബ്രദറെ സൗഖ്യമായില്ലെങ്കിൽ എനിക്ക് അതിലൊക്കെ നടക്കാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ ഓടാൻ പറ്റത്തില്ല, അതൊന്നും എന്റെ വിഷയമല്ല. എന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നു. ഇത്രയും മനസ്സിൽ വരാവുള്ളൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾ, ഭാരപ്പെടുന്നവർ കൈവച്ചാട്ടെ. സാമ്പത്തിക ഞെരുക്കത്തിലിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, ഇന്ന് ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് അക്കൗണ്ടുകൾ നിറയും. ഇത് വിമർശിക്കുന്നവൻ വിമർശിക്കട്ടെ. വായ്പ വാങ്ങത്തില്ല, വാരി വിതറി കൊടുക്കുന്നവരായി ദൈവം നിങ്ങളെ മാറ്റും. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. മാലി സഹോദരി ഏറ്റെടുത്തോണം. കണ്ണ് പുതിയൊരു ദൈവം തരും. കാഴ്ചയില്ലാത്ത അവസ്ഥയിലാണ് ഇതെന്നെ കേൾക്കുന്നെങ്കിലും സഹോദരി മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് കയറുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞ സഹോദരി, യേശുവിന് നിങ്ങൾക്ക് പുതിയ കണ്ണ് തരാൻ പറ്റും. ഞാൻ വെറുതെ ബൂസ്റ്റ് ചെയ്ത് പറയുമല്ല. നമ്മുടെ ഇടയിൽ നടക്കുന്ന ദൈവപ്രവൃത്തിയുടെ മേൽ നിന്നുകൊണ്ട്, ദൈവപ്രവൃത്തിയുടെ മേലല്ല, നിന്നുകൊണ്ട്, അതിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നടക്കും. കർത്താവിനെ മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുമെങ്കിൽ പുതിയ കണ്ണ് തരാൻ പറ്റും. കർത്താവിനെ മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് പുതിയ ആന്തരിക അവയവങ്ങൾ തരാൻ പറ്റും. കർത്താവിനെ മരിച്ചവരെ ഉയർപ്പിക്കാം. അതിനേക്കാൾ വലിയതൊന്നുമില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ വിഷയങ്ങളെ മാറ്റാൻ കഴിയും. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി മരിച്ച ഡെഡ് ബോഡിയെ ഉയർപ്പിച്ച കർത്താവായ യേശുവിന്, ദൈവനാമത്തിന് നമ്മളെ ഇന്ന് അത്ഭുതമാക്കുവാൻ കഴിയും. യേശുവിന്റെ നാമം. ഞാൻ ബെനഡിക് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥന കർത്താവ്, ബെനഡിക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നവരോട് പറയുകയാണ്. ബെനഡിക്കിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവെ ആ കുടുംബത്തിന്റെ മേൽ, ബെനഡിക്കിന്റെ കുടുംബത്തിന്റെ മേൽ പരിശുദ്ധാത്മാവെ അങ്ങ് വലിയ പ്രവർത്തികളെ ചെയ്യുന്ന വൻ കൃപയ്ക്ക് നന്ദി പറയുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് നിങ്ങൾ തീരുമാനം കർത്താവ്, ഞാൻ വായ്പ, അങ്ങനെ കുടുംബത്തിന്റെ അകത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. വായ്പ വാങ്ങത്തില്ല, ബൈബിൾ പറഞ്ഞ് ഞാൻ വാരി എതിരെ കൊടുക്കും. ഇതൊന്ന് ഒട്ടിച്ചു വെക്കണം. ഇതിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. നമ്മൾ കുടുംബത്തിന്റെ അകത്തൊരു അന്തരീക്ഷത്തെ നമ്മൾ ഉണ്ടാക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആ അന്തരീക്ഷത്തിൽ വേണം നടക്കാൻ.
ഞാൻ അത് അടുത്ത ദിവസം ഒരു പ്രാവശ്യം തൊട്ടതാണ്. കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളൊരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ കുടുംബത്തിൽ ഉണ്ടാക്കണം, ജോലി സ്ഥലത്ത് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അത് തുടങ്ങിയതുള്ളായിരുന്നു. മുന്നോട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെടുക്കാം. ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പോകുന്ന ഓടത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്ഭുതത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ. കർത്താവിലുള്ള വചനത്തിൻ്റെതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്കേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ദൈവം അതിനുള്ള കൃപ തന്നിട്ടുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ, ഞാൻ തുടക്കത്തിലേ പറയുന്നു, സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. തുടക്കത്തിൽ തന്നെ രോഗസൗഖ്യമുള്ളവർ ആദ്യം പറയുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അല്ലെങ്കിൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ്, നമുക്കൊരു ഓർഡറിൽ പോകണം, നല്ലതാണ്. രോഗസൗഖ്യം പറയാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ദൈവിക ആലോചനകൾ ഇടപെട്ടവർ ഇന്നോ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒത്തിരി കണ്ടുകൊണ്ട് യൂട്യൂബിൽ ഒത്തിരി വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സൂമിൽ വന്ന് പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു ഓർഡറിൽ പറയും. ഇനി ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. ആരെങ്കിലും ആരെങ്കിലും ഉണ്ട്, ഞാൻ മ്യൂട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനാ വിഷയം പറയരുത്. പ്രാർത്ഥനാ വിഷയം നമ്മൾ വാട്സാപ്പിലാണ് വയ്ക്കുന്നത്. എടുത്ത് ഞാൻ പറയുകയാണ്, എനിക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ട് ബ്രദറെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥന ശ്രദ്ധിക്കാത്ത ആൾക്കാരാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ മ്യൂട്ട് മാറിയിട്ടുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞോ സിസ്റ്ററെ. ഞാൻ ഗിരിജ. എനിക്ക് ഈ ഇടയ്ക്ക് ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ വെളിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമല്ലോ. യാത്ര ചെയ്യുന്ന സമയത്ത് ഈ അലർജി ഉണ്ടാകാറുണ്ട്. ഈ ചുണ്ടിൽ ചെറിയ ചെറിയ പൊള്ളങ്ങൾ വരും. മഴക്കാലത്തൊന്നും ഉണ്ടാവില്ല, വേനൽക്കാലത്ത് മാത്രം. ബസ്സിലോ ട്രെയിനിലോ കാറിലോ ഇതിൽ പോയാലും അന്നത്തെ ദിവസം ഉണ്ടാവില്ല. 2 ദിവസം കഴിഞ്ഞ് ചുണ്ടൊക്കെ അങ്ങനെ ചൊറിയാൻ തുടങ്ങും. പിന്നെ ചെറിയ ചെറിയ പൊള്ളം. അങ്ങനെ ഈ വേനൽക്കാലത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വെളിയിൽ ഗേറ്റിന്റെ വെളിയിലേ പോയി നിൽക്കാൻ പറ്റില്ല, കാറ്റുകൊണ്ട്. ഇപ്പൊ മിനിഞ്ഞാന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം അപ്പൊ തന്നെ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത്. അല്ല പറഞ്ഞ ചുണ്ട് അങ്ങനെ നിറയും, വെളിയിലൊന്നും അപ്പൊ തന്നെ സിസ്റ്ററെ മാറിയോ? അതോ അപ്പൊ തന്നെ മാറി. ആമേൻ. ഇൻസ്റ്റന്റ്ലി മിറക്കിളാണ്. ആമേൻ. എത്ര നാളായിട്ട് സിസ്റ്റർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്, ഇങ്ങനെ ഒരു ഈ വരൾച്ച പോലെ തുടങ്ങിയിട്ട്? കുറെ വർഷമായി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. അലർജി വേനൽക്കാലത്ത് മാത്രം, മഴക്കാലത്തൊന്നും വരില്ല. മഴക്കാലത്തൊക്കെ എത്ര ആരാ കൈവച്ച്? ഞാൻ തന്നെ എന്റെ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ. അത് വലിയൊരു കാര്യം തന്നെയാണ്. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും അങ്ങനെ ചുണ്ട് നമുക്ക് എല്ലാവർക്കും സംഭവിക്കാറില്ല. ഞാൻ പറയാം, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൈവച്ചോണം, നമ്മൾ ഉപയോഗിച്ച് പഠിക്കണം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കൈവച്ചു 2 ദിവസം കഴിഞ്ഞ് മാറിയാൽ നമുക്ക് വേണേൽ പറയായിരിക്കും അതെന്തെങ്കിലുമൊക്കെ അന്തരീക്ഷം മാറേണ്ടിരിക്കും. ഇൻസ്റ്റന്റ്ലി അപ്പോൾ തന്നെ ആ ചുണ്ട് വരിഞ്ഞ് മുറുകി നിൽക്കുന്ന ആ ബുദ്ധിമുട്ട്, വർഷങ്ങൾ അങ്ങനെയാണ്, പക്ഷെ അപ്പോൾ തന്നെ അതെന്ത് ചെയ്തു? മാറി. കർത്താവിന്റെ കൃപയാൽ യേശു ഇനിയും പ്രാർത്ഥിക്കുവാൻ, ആ കരവെടുത്ത് ഇനിയും പ്രാർത്ഥിക്കുവാൻ കൃപ വർദ്ധിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ. ഹലോ. ഇന്നലെ രാത്രിയിൽ എൻ്റെ പേര് അന്നമ്മ. ഇന്നലെ രാത്രിയിൽ 2:30 മണിയായപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന, ചുറ്റികെ കടിച്ചു പൊട്ടിക്കുന്ന പോലത്തെ ഒരു വേദന. എഴുന്നേറ്റ് നോക്കിയപ്പോൾ സമയം 2:30 അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തിട്ടും വന്നു. പിന്നെ ഞാൻ തലേ കൈവച്ച് സ്വന്തം പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. അപ്പം പൂർണ്ണ സൗഖ്യം കിട്ടി. അതിന് വലിയൊരു സാക്ഷ്യമാണ്. ആദ്യമായിട്ടാണ് സിസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് എന്ത് വന്നാലും. പക്ഷെ ഇന്നലെ വന്നപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് സോറിയാസിസ് എല്ലാം മാറിയത് അങ്ങനെ പ്രാർത്ഥിച്ചാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ പനി വരുമ്പോൾ ഞാൻ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്കെല്ലാം സൗഖ്യം വന്നിട്ടുണ്ട് നേരത്തെ തുടങ്ങി. തീർച്ചയായിട്ടും പറയുക. സൗരി പറഞ്ഞതുപോലെ തന്നെ കൈവച്ചു പ്രാർത്ഥിച്ചു. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും മറ്റൊരാളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നോ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ വളരണം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിച്ച ഗുണം എന്നാണെന്നറിയാവോ? നിങ്ങൾ പോകുന്ന ബസ്സിലോ കാറിലോ ജോലി സ്ഥലത്തോ ഒക്കെയും മറ്റൊരാളെ കാണുമ്പോൾ യേശു ക്രിസ്തു കാണിച്ച മനസ്സലിവ് നിങ്ങൾക്ക് ആക്റ്റീവ് ആകും. ഒരു രോഗിയെ കാണുമ്പോൾ എൻ്റെ ദൈവമേ, ആ വ്യക്തിക്ക് വേണ്ടിയാണല്ലോ യേശു മരിച്ചതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാവും. നമ്മൾ അവൻ്റെ മേൽ കൈവെക്കും, യേശു അവനെ സൗഖ്യമാക്കും, കർത്താവിലേക്ക് അവൻ വരുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഞാൻ നിങ്ങളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കൈ വെച്ചിട്ട് പറയണം, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് തൊട്ട് ആ ബുദ്ധിമുട്ട് സൗഖ്യമാക്കിയതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾക്ക് ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റൊരാൾക്ക് അത് ചെറുതായിട്ട് തോന്നിയാലും അവർ അനുഭവിക്കുമ്പം വലിയ കാര്യം അത്.
അതൊരു വിഷയമല്ലേ, അവർക്കത് വലിയ വിഷയമാണ്. അതെ, തീർച്ചയായിട്ടും പ്രിയ സൗകര്യക്ക് അത് സൗഖ്യമായ നന്ദി. പറഞ്ഞ പോലെ സോറിയാസിസ് കർത്താവ് സൗഖ്യമാക്കിയതാണ്. അപ്പൊ ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശു തൊടും, അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ഇടയാക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, പറഞ്ഞു ഹലോ ബ്രദറെ, ഇന്ന് ദിവ്യാരോഗ്യത്തെ പറ്റി പറഞ്ഞു. എനിക്ക് ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയാനുള്ളത്, തമ്പുരാന്റെ കരുണയാലും കൃപയാലും പിന്നെ വർഷങ്ങളായി ഒരു പാരസെറ്റമോൾ പോലും എടുക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ മരുന്ന് വചനവും കുർബാനയുമാണ്. കർത്താവിന്റെ തിരിച്ചറി രക്തങ്ങളും വചനവുമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 2015 ശേഷം മരുന്നുകളൊന്നും എടുക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ദൈവത്തിന്റെ ഒരു വലിയ കരുണയും കൃപയായിട്ട് അസുഖങ്ങൾ ചെറുതൊക്കെ വരുമ്പോഴും വചനം എനിക്ക് വലിയൊരു ആരോഗ്യവും, അതുപോലെ തന്നെ വിശുദ്ധ തിരിച്ചറി രക്തങ്ങളും. പിന്നെ അതുപോലെ തന്നെ ബ്രദർ പറഞ്ഞു, പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന ഭവനത്തിലും, ഞാനും ഈ പറഞ്ഞ പോലെ മക്കളുടെ ബെഡ്റൂമിലൊക്കെ രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ കാണാൻ തക്കവണ്ണം വചനങ്ങൾ എഴുതി പൊട്ടിച്ചു വെക്കാറുണ്ട്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നീയല്ലോ യഹോവേ, കൃപയും വസിക്കുമാറാക്കുക. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കിടന്നുറങ്ങിയത് യഹോവ എന്നെ സഹായിച്ച് ഞാൻ ഉണർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഈവൻ കിച്ചണിൽ പോലും, കിച്ചണിലും ബെഡ്റൂമിലും സിറ്റിംഗ് റൂമിലും എല്ലാം ഇങ്ങനെ വചനങ്ങൾ കാണുന്നിടത്തെല്ലാം എഴുതി ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പം നമ്മൾ കാണുമ്പോഴൊക്കെ അത് പറയാനുള്ള ഒരു കൃപ പിള്ളേർക്കാണേലും അത് ജീവിതത്തിലെ ദൈവം തന്ന ഒരു വലിയ കൃപയാണെന്ന് വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാവശ്യം സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് കഴിച്ചിട്ടില്ല, ഒരു മരുന്ന് എടുക്കാൻ ഇട വന്നിട്ടില്ല. കർത്താവായ യേശുവിന്റെ തിരുമുറിവിൽ നമുക്ക് ദിവ്യ ആരോഗ്യമുണ്ട്. എപ്പോഴും ഓർത്തോളാം. ഞാൻ ഈ ദിവസങ്ങളിൽ അത് നമ്മൾ ഫിസിക്കൽ സ്ട്രെങ്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ശരീരത്തിൽ എക്സ്ട്രാ ഓർഡിനറി ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവും. അതൊന്നും നമ്മൾ എടുത്താണ് ബൈബിളിൽ തന്നെ, വെറുതെ ഞാൻ വിളിച്ചു പറയല്ല, വചനത്തിൽ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്, നമ്മുടെ ബോഡിയിൽ ഫിസിക്കൽ സ്ട്രെങ്ത് വർദ്ധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഡിവൈൻ ഹെൽത്ത്, ദിവ്യ ആരോഗ്യം. അതൊരു കാലഘട്ടത്തിൽ ഞാനിത് പറഞ്ഞ പുതുമയൊന്നുമല്ല. നിങ്ങൾ ചിന്തിക്കരുത് ബ്രദർ പുതിയൊരു ഉപദേശമായിട്ടോ. നല്ലത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അപ്പോസ്തലന്മാരും പഴയ നിയമ വിശുദ്ധന്മാരും ഒക്കെ അവരുടെ ജീവിതത്തിൽ, ഇന്നലെ ടെക്നോളജിയൊക്കെ വന്നത്, അവര് ഒന്നും കഴിക്കാതെ തന്നെ, ഞാൻ മെഡിക്കൽ സയൻസിൽ ഒന്ന് വിമർശിക്കുമല്ല, ഒന്നിനെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, മനസ്സിലായി? ഇങ്ങനെ ഒരു അവസരം കിടക്കുന്നുണ്ട്, യേശുവിലൊരു ആരോഗ്യമുള്ള ജീവിതം. അതെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനെ കൂടുതൽ പഠിക്കാൻ ഇടയായിത്തീരും. നിങ്ങളത് കൂടുതലും അതിൽ കേൾക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? 22 വർഷം കൊണ്ട് ബിപിയുടെ ഗുളിക കഴിക്കുമായിരുന്നു. ഈ നമ്മൾ 6 മാസം കൊണ്ട്, 6 മാസം ആവുന്നു നമ്മൾ വചനമെന്ന മെഡിസിൻ 4 മാസം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മെഡിസിൻ കഴിക്കാൻ തുടങ്ങി. ഞാൻ പ്രഷറിന്റെ ഗുളിക ഒന്നും കഴിക്കുന്നില്ല ഇപ്പോഴ്. 22 വർഷം കഴിച്ചതാ, പ്രഗ്നൻസി കഴിക്കാൻ തുടങ്ങിയതായിരുന്നു. എന്നിട്ട് ഇത് എനിക്ക് പിന്നെ പ്രഷറൊന്നും വന്നിട്ടില്ല. ഞാനും ആ സിസ്റ്റർ പറഞ്ഞതുപോലെ വചനം എല്ലാം എഴുതി മുറിയിലെല്ലാം ഭിത്തിക്കും കതകിലും എല്ലാം എഴുതി ഒട്ടിക്കും. ഈയിടെയായിട്ട് എൻ്റെ മനസ്സിലങ്ങ് പരിശുദ്ധാത്മാവ് പറഞ്ഞ് നമ്മള് പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടൊക്കെ ഗൾഫിൽ പോകുന്നതിൽ ഞാൻ പെട്ടിയൊക്കെ എടുത്ത് ബാഗൊക്കെ തൂക്കി ഹാളിനകത്തൂടെ നടന്ന് ഞാൻ അമേരിക്ക പോവാന്ന് പറഞ്ഞ് പെട്ടിയൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇറങ്ങിയൊക്കെ നടന്ന് അങ്ങനെയൊക്കെ എനിക്കങ്ങ് തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസം കൊണ്ട് ഞാൻ ആ ഒരു ത്രില്ലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്തായിരുന്നു സിസ്റ്റർ, ടെസ്റ്റ് ചെയ്തായിരുന്നു. കേൾക്കുന്നില്ല. പാർട്ടിസിപ്പേഷൻ കൂടുന്ന അനുസരിച്ച് നമുക്ക് സൗണ്ടൊക്കെ അങ്ങ് കുറയും. നമ്മുടെ ഏക ആശ്രയം ഈ വചനമാണ്. ഗീതാ സിസ്റ്റർ ഒരു കാര്യം ചോട്ടെ, ടെസ്റ്റ് ചെയ്തായിരുന്നു സിസ്റ്റർ? പ്രഷർ ടെസ്റ്റ് ചെയ്തായിരുന്നു ഈ 6 മാസത്തില്? ഗീതാ സൗകര്യം കേൾക്കുന്നുണ്ടോ? ഗീതാ സൗകര്യം കേൾക്കുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ഈ റിസൾട്ട് വന്നത് കണ്ടിട്ടാണോ പറഞ്ഞത്? എനിക്ക് സിസ്റ്റർ നെറ്റ്വർക്ക് കട്ടായെന്ന് തോന്നുന്നു. എനിക്കൊന്ന് സിസ്റ്റർ വീണ്ടും ജോയിൻ ചെയ്യും. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, എന്തോ? എനിക്ക് ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ച്, ഞാൻ പറഞ്ഞില്ലേ മസ്കുലർ ഡിസ്ട്രോഫി, ശരീരം മൊത്തം വേദന എടുക്കുക എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ചുമയൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇന്ന് ചുമച്ചൊന്നുമില്ല, വേദനയും കുറഞ്ഞു. ഇന്നലെ ഞാൻ കിടന്നാണ് ഈ വചനം കേട്ടുകൊണ്ടിരുന്നത്.
ഇന്ന് ഞാൻ ഇരുന്ന് ഈ സമയം വരെ ഇരുന്ന് വചനം കേൾക്കുകയായിരുന്നു. ഇങ്ങനെ ഇരിക്കാൻ പറ്റുമായിരുന്നു സിസ്റ്റർക്ക്? സൗഖ്യം ഇരിക്കും, പക്ഷേ ഞാൻ ഇരുന്നാലും ചില സമയത്ത് എനിക്ക് കൂടുതലായിട്ട് കിടക്കണം. ഇന്നലെ ഇപ്പൊ അങ്ങനെ വയ്യായിരുന്നു, എനിക്ക് ഇന്നലെ നല്ല ഒട്ടും വയ്യായിരുന്നു. വേദനയായിരുന്നു. ഓക്കെ, ഇന്നലെ പറഞ്ഞു. ഇപ്പൊ വേദനയില്ല? ഇപ്പം വേദനയില്ല, നടുവിനുണ്ട്. ഇപ്പോഴും നടു നല്ലപോലെ നിവർന്ന് വരുന്നതിന്റെ വേദനയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നടുവിന് ഓക്കെ, എന്തായിരുന്നു സിസ്റ്ററുടെ അസുഖം? എന്തായിരുന്നു? മസ്കുലർ ഡിസ്ട്രോഫി, മസിലിന് ഓക്കെ, ബലക്കുറവ് വരിക, ബസ്സിന്റെ ശോഷിപ്പ് വരിക. വിലക്കുറവ്. അതായത് ഇതിന്റെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അധികം നേരം ഇരിക്കാൻ പറ്റത്തില്ല, ശരീരത്തിന്റെ അകത്ത് വേദന ഉണ്ടായിരുന്നു. ഇന്നലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം കണ്ടിന്യൂസ് ഇങ്ങനെ ഇരുന്ന് ഇരിക്കാൻ പറ്റി, വേദന വേദന മാറി, വേദന കുറഞ്ഞു. ഓക്കെ, മാറിയിട്ടില്ല, കുറഞ്ഞു. ആമേൻ, വേദന സ്വത്രം. അത്രയും കഠിനമായ വേദനയില്ല, എന്നാലും നടുവിന് ഇപ്പോഴും ഉണ്ട് വേദന. ബാക്കിയെല്ലാം മാറി ശരീരത്തിലുള്ള? ശരീരത്തിനൊരു അയവും ആയാസവും ഒക്കെ തോന്നുന്നുണ്ട്. കാലൊക്കെ എടുക്കുമ്പോഴും പൊക്കുമ്പോഴും ഒക്കെ ഒരു ആയാസം തോന്നുന്നുണ്ട്. ആമേൻ, തീർച്ചയായിട്ടും അത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. എനിക്ക് അസുഖത്തിന്റെ കാഠിന്യം എത്രയെന്ന് അറിയത്തില്ല, എങ്കിലും സിസ്റ്റർ പറയുന്ന അവസ്ഥ വെച്ച് നമുക്ക് വലിയ ദുഃഖകര അവസ്ഥയാണ്. പക്ഷെ കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റത്തില്ലാത്ത ആളാണ്, എപ്പോഴും കിടന്നുകൊണ്ടാണ് കേൾക്കുന്നത്. പക്ഷെ ഇന്ന് ബ്രദറെ, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പോലുള്ള ഒരു വ്യക്തികൾക്ക് പോലും ശരീരം പൂർണ്ണമായിട്ട്, ഞങ്ങളുടെ നാവിനല്ലാതെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും വേണ്ട വിധത്തിൽ ചലിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെതായ പ്രവൃത്തികൾ ചെയ്യാനോ ഒരു ജോലി ചെയ്യാനോ ഒന്നും കഴിയത്തില്ല. ഭക്ഷണം തന്നെ ഇരിക്കുന്നിടത്ത് ഇരുന്ന് തന്നെ നമ്മൾ കഴിക്കുക, അവിടെയൊക്കെ തന്നെ കിടക്കുക, അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. ഒരു പക്ഷപാത രോഗിയുടെ അതേ അവസ്ഥ എങ്ങനെയുണ്ടോ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തെങ്കിലും വ്യത്യാസം സിസ്റ്റർ കാണാൻ പറ്റുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതൊക്കെ കഴിഞ്ഞ ജൂൺ 17 മുതലാണ് ഞാൻ കയറി തുടങ്ങിയത്. ജൂൺ മുതൽ, അന്ന് മുതൽ എനിക്ക് മാറ്റമുണ്ട്. തീർച്ചയായിട്ടും ഒരു എന്തോ ഞാൻ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കിടക്കയിലായിരുന്നാലും ഭിന്നശേഷിക്കാരുടെ ഒരു ഗ്രൂപ്പ് പ്രയർ സെല്ല് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പൂർണ്ണ സൗഖ്യം 11 മണിക്ക് 7 മണിക്ക് ഇങ്ങനെ പ്രയർ സെല്ല് നടത്തുന്നുണ്ട്. അത് മൊത്തം വയ്യാത്തവരാണ്, കിടപ്പ് രോഗികളായിട്ടുള്ളവരും കാഴ്ചയില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നടത്തുന്നുണ്ട് പ്രയർ. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കർത്താവ് എന്ന് പറയും, ഈ വ്യത്യാസം മുറുക്കെ പിടിച്ചോണം, ഇതിൽ പിടിച്ചു കയറിക്കോണം. കർത്താവിന്റെ തിരുമുറിവിൽ നമ്മളെപ്പോഴും ഓർത്തോണം, കർത്താവ് യേശുവിന്റെ തിരുമുറിവ് എന്ന് പ്രിയ സൗരി പറഞ്ഞ പോലെ തന്നെ അസുഖത്തിന്റെ ഞാൻ പറഞ്ഞ പലപ്പോഴും മെഡിക്കൽ ടൈംസ് എനിക്ക് അറിയത്തില്ലെങ്കിലും കേട്ടത് വെച്ച് ഞാൻ പറയുവാണ്. നിങ്ങൾ കേട്ടല്ലോ, സൗരി പറഞ്ഞ പോലെ 17 ജൂൺ മുതൽ കേൾക്കാൻ തുടങ്ങിയത്. കേട്ടപ്പം മുതൽ നാളുകളായിട്ടില്ലാത്ത വ്യത്യാസം ശരീരത്തിലുണ്ടായി. കണ്ടിന്യൂസ് ഇരുന്നാണ് കേൾക്കുന്നത്, നേരത്തെ കിടന്നുകൊണ്ടായിരുന്നു പറഞ്ഞത്. ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു, അതിൽ മാറ്റമുണ്ട്. നടുവിന് മാത്രം ഇപ്പോൾ വേദനയുണ്ട്, പക്ഷെ ശരീരത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരും. അതിൻ്റെ അർത്ഥം വചനം പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു. അതുകൊണ്ട് വചനം പറയുക, ആ വചനം ഇപ്പൊ അനേരുടെ സുവിശേഷം പറയുന്നുണ്ടല്ലോ, അവരോട് മുമ്പിൽ പോയിരുന്നുകൊണ്ട് ഞാൻ കർത്താവിൽ പറയുന്നു, നേരെ നിന്ന് സ്ട്രെങ്തോടെ നിന്ന് കർത്താവിനെ സുവിശേഷീകരിക്കുവാൻ കർത്താവ് ഇടയാക്കും. അതിൽ കുറഞ്ഞ ഒരു പരിപാടിയും നമ്മൾ പിടിക്കുന്നില്ല, അതിലേക്ക് താഴേക്ക് ഒരു വിശ്വാസവും നമുക്ക് വേണ്ട. പൂർണ്ണ ആരോഗ്യത്തോടെ നിന്ന് അനേക രോഗികൾക്ക് ഞങ്ങൾ എണീപ്പിക്കുവാൻ എൻ്റെ യേശു എന്നെ ശക്തീകരിക്കുമെന്ന് മാത്രം ചിന്തിക്കുക. ഈ വ്യത്യാസം പിടിച്ചു കയറിക്കോണം. പൂർണ്ണ സൗഖ്യം ഞാൻ ആയിരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞോണം. കർത്താവ് അങ്ങനെ ചെയ്യും കേട്ടോ സിസ്റ്ററെ. ഈ വ്യത്യാസം കർത്താവിനെ സ്തുതി ചെയ്യുന്നു ഞാൻ. ആ രോഗത്തിന്റെ മേൽ ദൈവം തൊടാൻ തുടങ്ങി, വചനം പ്രവർത്തിക്കാൻ തുടങ്ങിയതിന്റെ അടയാളമാണ്. ദിവ്യാരോഗ്യത്തിൽ നിറയും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലസ് സിസ്റ്ററെ. ഗീതാ സൗരി തിരിച്ചു വന്നോ? ഒരു സെക്കൻഡ്, ഗീതാ സൗരി ഒന്ന് ചോദിച്ചോട്ടെ. ഗീതാ സൗരി കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗീതാ സൗരിക്ക് റേഞ്ച് കട്ടാകുന്നുണ്ടായിരുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടോ സിസ്റ്ററെ? ടെസ്റ്റ് ചെയ്തായിരുന്നോ പ്രഷർ? ഈ വർഷം 21 വർഷമായിട്ടുണ്ടായിരുന്ന പ്രഷർ 6 മാസമായിട്ട് ഇപ്പോൾ ഒരു മരുന്നും കഴിക്കുന്നില്ല. ടെസ്റ്റ് ചെയ്തായിരുന്നോ സിസ്റ്റർ? 22 വർഷമായത്. എൻ്റെ മോടെ പ്രഗ്നൻസിയിൽ ഉണ്ടായതായിരുന്നു. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി. അമ്മയ്ക്കില്ല ശുശ്രൂഷ, അമ്മയിലെ സ്ട്രോക്കിൽ വന്നതുകൊണ്ട് അമ്മയ്ക്കും ഇപ്പം മെഡിസിൻ ഒക്കെ കുറച്ച് വരും. അമ്മ നടക്കാനൊക്കെ തുടങ്ങി. അതൊക്കെ ഞങ്ങൾ വചനം പറയുകയാണ്. ഇപ്പൊ പലരും വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നുണ്ട്. ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സിസ്റ്റർ, ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. സിസ്റ്റർ ടെസ്റ്റ് ചെയ്തായിരുന്നോ? എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഞാൻ ചോദിച്ചാൽ സിസ്റ്റർ നേഴ്സിംഗ് സൂപ്രണ്ടാണ്, അത് ഇന്ന ആളാണ്, എടുത്തു വെക്കും. ഇന്നത്തെ ദിവസം വരെയും ചെയ്ത് നോക്കിയപ്പോ 130/80 നിൽക്കുകയാണ്. ബി പി കൂടിയിട്ടില്ല. എനിക്ക് 210 110 ആയിരുന്നു എന്റെ ബി പി. അപ്പൊ ഞാനിത് ചോദിച്ചു വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു ചോദിച്ചൊന്നുമല്ല സിസ്റ്റർ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം. സിസ്റ്റർ എടുത്ത് സിസ്റ്റർ നേഴ്സിംഗ് ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ്.
പക്ഷേ സിസ്റ്റർ എല്ലാ ദിവസവും അമ്മയ്ക്ക് ഉള്ളത് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. ഈ 6 മാസമായിട്ട് 22 വർഷമായിട്ട് ഉണ്ടായിരുന്ന പ്രഷറാണ്. കർത്താവിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൽ എനിക്ക് ആരോഗ്യമുണ്ട്, കർത്താവിൻ്റെ മുറിവിൽ എന്ന് ആലോചിച്ച് നോക്കി. സാധാരണ ഈ പ്രഷറോ ഷുഗറോ മറ്റു അസുഖങ്ങളൊന്നും ജീവിതകാലം മുഴുവനുള്ളത് നമ്മൾ അങ്ങനെ പഠിച്ചേക്കുന്നത് അല്ലേ. പക്ഷേ സിസ്റ്റർ പറഞ്ഞിട്ട് 21 വർഷമായിട്ട് കൂടെ ഉണ്ടായിരുന്ന രോഗം ഇപ്പം 6 മാസമായിട്ട് ചലിക്കുന്നില്ല. എനിക്കറിയാം സിസ്റ്റർ വലിയ സ്ട്രഗിലൂടെ ടെൻഷൻ്റെ വിഷയത്തിലൂടെ കടന്നു പോകുന്നത്, കടഭാരത്തിന്റെ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ആളാണ്. ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണ്. പ്രഷറും ബിപിയും കൂടി അല്ലേ സിസ്റ്ററെ, അത് എത്ര ഹൈ ആവുമോ അത്രയും വലിയൊരു പ്രഷറിലൂടെ കടന്നു പോയ ദിവസം. പക്ഷെ കർത്താവ് ആ ദിവസങ്ങളിലൊക്കെ നടത്തുവാണ്. എന്നിട്ടും ഈ അല്ലേ സിസ്റ്ററെ, ഈ ദിവസങ്ങളിൽ കർത്താവ് നടത്തുമെന്നല്ല, കർത്താവിന്റെ കൃപ കൊണ്ട് ഇന്ന് ജീവിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്ററെ, എനിക്കറിയാം ഒത്തിരി പറയാറുണ്ട് സിസ്റ്റർക്ക് കൃപയാൽ. സിസ്റ്റർ എനിക്കറിയാം, ഞങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റർ പറയാറുണ്ട് ഒത്തിരി കടഭാരത്തിന്റെ വിഷയത്തിലൂടെ കടന്നു പോകും. അതിനർത്ഥം ഈ പ്രഷർ കൂടി എന്താ പറയുന്നത്, അതുപോലെ ഹൈ പ്രഷറിൽ നിൽക്കുന്ന ആളാ. പക്ഷെ എന്നിട്ടും ഈ 6 മാസമായിട്ട് കർത്താവ് നിർത്തി. എന്റെ പേര് പറയുന്നില്ലല്ലോ കർത്താവേന്ന്. കർത്താവിന്റെ അടുത്ത് ഞാൻ പരാതി പറയുന്നുണ്ട്. എന്റെ കർത്താവദാസന്റെ വായിൽ എന്താ എന്റെ പേര് വരാത്ത പേര്. കർത്താവിന്റെ വചനമാണ് ഏറ്റവും വലുത്. ആ വചനം വരുന്നതുകൊണ്ടാണ്. അതിനേക്കാൾ വലുത് നമുക്ക് വേറൊന്നുമില്ല. ആലോചന അതിന്റെ താഴെ വരത്തുള്ളൂ. ആമേൻ. വചനം എന്ന മരുന്ന് നമ്മൾ ഭക്ഷിക്കുന്നിടത്തോളം കാലം പിന്നെ അതിന്റെ താഴെയുള്ള എല്ലാ പ്രവചനങ്ങളും, വചനം ഒരിക്കലും ഒരു പ്രവചനവും ഒരത്ഭുതവും വചനത്തിന്റെ മുകളിലില്ല. എല്ലാം വചനത്തിന്റെ താഴെയാണ്. കാര്യം വചനമാണ് ദൈവം. അത് കിട്ടിയോ നമുക്ക് ബാക്കി എല്ലാം കിട്ടി. ആമേൻ. മറ്റതെല്ലാം വചനത്തിലെ ഉറപ്പിക്കാൻ. കർത്താവദാസ, ഇന്ന് ഒരു ഭവനത്തിൽ ഞാൻ പോയെന്ന് പറഞ്ഞാൽ അവരെന്റെ ഭവനത്തോട്ട് വരുന്നതിന് മുമ്പ് അവിടെ പോണോന്ന് പറഞ്ഞ എന്ത് ധൈര്യത്തിന് അവരങ്ങ് പുലി പോലെ വരുമോ. എന്നെ അവര് തിരിച്ചു വിടത്തില്ലെന്ന് ആണ് അതുപോലുള്ളത്. അവർ നമ്മുടെ വീട്ടിൽ വന്നാൽ ഇന്ന് ഞാൻ വചനം പറഞ്ഞുകൊണ്ടുപോയി. എല്ലാ ദുർഘടങ്ങളെയും നിരപ്പാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടം വരെ വചനം പറഞ്ഞുകൊണ്ടുപോയി. അവരെനിക്ക് സത്യം പറയും, ആരും വിശ്വസിക്കത്തില്ല. ഞാൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവർ എനിക്ക് കഞ്ഞി തന്നു വിട്ടു. കഞ്ഞി എന്നെ കുടിപ്പിച്ചിട്ട് വിട്ടു. അതുപോലെ അവര് തണുത്ത്. എന്റെ കർത്താവിന്റെ കൃപയാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാണ് സിസ്റ്റർ അനുഭവിക്കുന്നത്. പക്ഷെ എന്നാൽ കർത്താവ് അവിടെ നോക്കുകയും പ്രിയമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് നിങ്ങൾ കടഭാരത്തിന്റെ ആയിട്ട് ഞെരുങ്ങുന്നവരാണോ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇന്ന് നിങ്ങൾ വായ്പ വാങ്ങുന്നു, എല്ലാവരും ഞാൻ പറയുന്നു, നിങ്ങൾ വായ്പ വാങ്ങുന്നവരാണോ, നിങ്ങൾ വിളിച്ചു പറയണം, ഞാൻ കൊടുക്കും. ബൈബിളിലെ വചനം എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ വാങ്ങത്തില്ല. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ വായ്പ വാങ്ങാൻ വേണ്ടി ഇത് കഴിയുമ്പോൾ നിൽക്കുമായിരിക്കും. പക്ഷെ ഇന്ന് മുതൽ ശീലിച്ചു, നാളെ ഈ വചനം നിങ്ങളെ നടത്തും. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ 22 വർഷമായിട്ടുള്ള പ്രഷർ രോഗിയായിരുന്നു. പക്ഷെ വചനം നടത്താൻ തുടങ്ങിയപ്പം, വചനം ഭക്ഷിക്കാൻ തുടങ്ങിയപ്പം 6 മാസമായിട്ട് എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു തരി പോലും മാറ്റമില്ല, നോർമലായിരിക്കുന്നു. അതിന്റെ അർത്ഥം കർത്താവ് തൊട്ടിരിക്കുന്നു, സൗഖ്യമാക്കിയിരിക്കുന്നു. ഇനിയും കർത്താവ് നടത്തും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രിയിലത്തെ പ്രയറും ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്ററെ. ഫാമിലി പ്രയർ ഭയങ്കര അനുഗ്രഹമാണ്. ആമേൻ ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പറഞ്ഞു, വേഗത്തിൽ പറഞ്ഞു. എനിക്ക് വന്നപ്പോ സമയം നീട്ടുന്നു എനിക്ക് തോന്നുന്നു അല്ലേ. പറഞ്ഞു. ഞാൻ കുവൈറ്റിൽ നിന്ന് വിളിക്കുന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയായിരുന്നു. ഞാന് ഈ ഏപ്രിൽ മുതലാണ് പ്രയറിന് ഞാൻ കയറുന്നത്. എനിക്ക് കയറാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കയറും. ഈവനിങ് ഷിഫ്റ്റിൽ എനിക്ക് മിക്കവാറും പറ്റത്തില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഷുഗറിന്റെ ടാബ്ലറ്റ് ഞാനൊരു 2 വർഷമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. രാവിലെ വൈകിട്ട് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് പ്രയറിന് കയറിയ ദിവസം തൊട്ട് ഞാൻ ഷുഗറിന്റെ ടാബ്ലറ്റ് ഞാൻ എടുക്കുന്നേ ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കിയപ്പോൾ നേരത്തെ ഉള്ളതുപോലെ 6.5 അങ്ങനെ തന്നെ നിൽക്കുന്നു. അത് പിന്നെ കൂടിയിട്ടേ ഇല്ല. ഞാൻ ഷുഗർ കഴിക്കുന്നുണ്ട്, മധുരമൊക്കെ കഴിക്കുന്നുണ്ട്, അതിന് യാതൊരു ചേഞ്ചസും ഇല്ല. ഞാൻ ഈ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് എനിക്ക് ഷുഗറൊക്കെ കഴിക്കുമ്പോൾ എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കുമ്പോൾ കൂടുതൽ കാണിക്കുമായിരുന്നു. അത് ഒരു വലിയ സാക്ഷ്യമായിട്ട് എനിക്ക് പറയാനുണ്ട്. അതുപോലെ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ബ്രദർ പറയുമ്പോഴും എല്ലാം ആ സമയങ്ങളിലെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. ചെറിയൊരു വേദനയേ ഉള്ളൂ. മറ്റേ എനിക്ക് കൈ പൊക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെയും ദൈവ സൗഖ്യം തന്നു. അതുപോലെ ഞാൻ ഒരു 21 ഡേയ്സ് പ്രയർ ഫാസ്റ്റിങ്ങിലായിരുന്നു. ഈ ജൂലൈ 2-ാം തീയതി മുതൽ ഞാൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു.
എനിക്ക് 2 ആമക്കളാണ് ഉള്ളത്. ഒരു മോന് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് രാത്രി അവനൊരു ആക്സിഡന്റ് ഉണ്ടായി. പല പ്രാവശ്യം ഇപ്പൊ ആക്സിഡന്റ് അവന് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റ്, കാലും കൈയൊക്കെ ഒടിയലാണ് പുള്ളിയുടെ പരിപാടി. കഴിഞ്ഞ ദിവസം ഭയങ്കര ആക്സിഡന്റ് ആയിരുന്നു പറഞ്ഞു, പക്ഷെ ഒരു പോലും ഒടിഞ്ഞില്ല. പിന്നെ ഒരു കഴുത്തിന്റെ അവിടെ ഒരു 8-10 സ്റ്റിച്ച് ഉണ്ട്. അങ്ങനെ നെറ്റിക്കും സ്റ്റിച്ച് ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാന് ഓക്കെ സിസ്റ്റർ, നല്ല തീർച്ചയായിട്ടും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചോട്ടെ സിസ്റ്ററെ. സിസ്റ്റർ ഒന്ന് രണ്ട് കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർക്ക് 2 വർഷമായിട്ട് ഷുഗർ കാണാൻ തുടങ്ങി. മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, അത് ഹൈ ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അപ്പം സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ മധുരമൊക്കെ കഴിക്കുന്ന സമയത്തും ബുദ്ധിമുട്ട് ഇങ്ങനെ കയറി വരും. പക്ഷേ സിസ്റ്റർ വചനം അറിഞ്ഞ്, ഞാൻ എപ്പോഴും ഇവിടെ പറയാറുണ്ട്, ഈ എങ്ങനെയാണ് വചനം ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി സിസ്റ്റർ അത് പറയാൻ തുടങ്ങി. വചനം കേട്ടതുകൊണ്ട് കാര്യമില്ല, നമ്മളത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കണം. സിസ്റ്റർ അത് പറയാൻ തുടങ്ങി. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റർ അത് ടെസ്റ്റ് ചെയ്തിട്ട് പോലും അത് നോർമലി തന്നെ നിൽക്കുക. അത് മാത്രമല്ല, ഞങ്ങൾ എടുത്തു പറയണ്ടേ, നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങൾ മരുന്ന് കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം, മസ്റ്റായിട്ടും ടെസ്റ്റ് ചെയ്യണം. വെറുതെ നമ്മൾ ചെയ്യരുത്. മെഡിക്കൽ റിപ്പോർട്ട് നമുക്ക് വേണം. സിസ്റ്റർ അത് ടെസ്റ്റ് ചെയ്യാൻ നോക്കി. ടെസ്റ്റ് ചെയ്തിട്ട് മധുരം സാധാരണ നമുക്കറിയാം ഷുഗർ പേഷ്യൻസിന് മധുരം കഴിച്ച്, സിസ്റ്റർ പറഞ്ഞ തന്നെ മെഡിസിൻ കഴിക്കുമ്പോഴും മധുരം കഴിക്കുമ്പോൾ ഷുഗർ വന്നുകൊണ്ടിരുന്നു. ഇപ്പം മെഡിസിൻ കഴിക്കുന്നില്ല, പക്ഷെ വചനം കഴിക്കാൻ തുടങ്ങി. പക്ഷെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പം നോർമലി തന്നെ നിൽക്കുവാണ്. മധുരം കഴിച്ചിട്ട് പോലും ആ ഷുഗർ കൂടുന്നില്ല. മരുന്നിപ്പോൾ കഴിക്കുന്നില്ല, വചനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞത്, നമ്മൾ കേട്ടത് വെച്ചു. എന്നിട്ട് പോലും ഇത് മാറുന്നില്ല. എൻ്റെ അർത്ഥം യേശു സൗഖ്യമാക്കി. ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, നമ്മൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ചിലർ പറയാറുണ്ട്, ഒരിക്കലും മാറത്തില്ലെന്ന് പറഞ്ഞ അസുഖങ്ങൾ, ഇതൊക്കെ മാറും. എൻ്റെ അർത്ഥം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ വചനം ഏത് രോഗത്തെയും പ്രവർത്തിക്കാൻ തുടങ്ങും. ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു, കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് അത് സൗഖ്യമാക്കിയിരിക്കുന്നു. ആ മകൻ്റെ ഇനി ആക്സിഡന്റ് മേലാൽ ഉണ്ടാകത്തില്ല, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ അനർത്ഥം കുടുംബത്തിന് കയറാതെ വണ്ണം ഞങ്ങൾ അതിനെ ബന്ധിക്കുന്നു. സകല അനർത്ഥ വിശ്വാസികളെ ഞങ്ങൾ ബന്ധിക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം അത് കർത്താവെ കുടുംബത്തിൽ നിന്ന് അനർത്ഥം വിട്ടൊഴിയട്ടെ, ആരോഗ്യവും നന്മയും ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ ഈ സാക്ഷ്യം കേൾക്കുന്നവർ, ഞാൻ പറഞ്ഞു, യൂട്യൂബിലായിക്കോട്ടെ, എന്നെ ലൈവിൽ കേൾക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ എനിക്ക് രോഗമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതെനിക്ക് ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ഷുഗർ ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, ട്യൂമർ ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ഏതാവയം പുതിയത് തരും കർത്താവ്. അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചോണ്ട് എനിക്ക് പുതിയ അവയവം വരും. അപ്പൊ ചിലർ ചിന്തിക്കും, സമയം നീട്ടുമല്ലോ, ചില കാര്യങ്ങൾ കൺഫേം ചെയ്തെങ്കിൽ പോകണം, നല്ലതാണ്. അപ്പൊ ചിലർ പറയും, സൗഖ്യമായില്ലെങ്കിൽ എന്നടക്കും, സൗഖ്യമായില്ലെങ്കിൽ എന്നടക്കും. അങ്ങനെ ഒരു കാര്യം ബൈബിളിൽ പറയാത്തോടത്തോളം കാലം എനിക്ക് ചോദിക്കാൻ വകുപ്പില്ല. യേശുവിന്റെ തിരുമുറിവിൽ സൗഖ്യം വന്നിരിക്കുന്നു, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അപ്പോസ്തലന്മാർ എഴുതി വെച്ചേക്കുക, ഇനി സൗഖ്യമായില്ലെങ്കിലോ എന്നൊരു വാക്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഇല്ല. എന്നാ പിന്നെ അങ്ങനെ ഒരു അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിനെ മൈൻഡ് ചെയ്യരുത്. അത് പിശാച് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അത് പിശാചിന്റെ ചോദ്യമാണ്, ദൈവത്തിന്റെ ആത്മാവല്ലത്. ആകെ ശരിയാണ്, നിലപ്പം സൗഖ്യമാകാത്ത എത്രയോ പേരുണ്ട്, പ്രാർത്ഥിച്ച് മരിച്ചുപോയ എത്രയോ പേരുണ്ട്. അപ്പൊ എന്നാ പറയും സഹോദരൻ? അപ്പൊ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകരുത്, ബൈബിളെ നോക്കണം. ബൈബിളിൽ എന്ത് പറയുന്നു അതേ ഏറ്റെടുക്കാവുള്ളൂ. ശ്രദ്ധിച്ചോണം, ബൈബിളിൽ എന്ത് പറയുന്നു അതേ ശ്രദ്ധിക്കാവുള്ളൂ. നമ്മളെ കൺഫ്യൂഷൻ, അതുപോലെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നതുമായ യേശുവിനെ നോക്കുക. പൗലോസിനെയോ പത്രോസിനെയോ ഒരാളെ നോക്കരുത്, യേശുവിനെ നോക്കാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? കർത്താവിനെ നോക്കുക. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എൻ്റെ രാജാവും എൻ്റെ കർത്താവും എൻ്റെ നേതാവും എൻ്റെ ദൈവവും ക്രിസ്തുവാ, സാക്ഷാൽ ദൈവം. അതുകൊണ്ട് എൻ്റെ ഫോക്കസ് അവിടെ ആയിരിക്കണം. ഈ ദിവസം ഞാൻ എന്തിനാ ഇതെല്ലാം പറഞ്ഞത്? എൻ്റെ ഉള്ളിൽ അങ്ങനെ പറയാൻ പറഞ്ഞുകൊണ്ടാണ്. ഇത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ വിഷയം മാറാത്ത ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിലിട്ട് എന്ത് ചെയ്യും? മാറാത്തവരും ഉണ്ടല്ലോ, നടക്കാത്തവരും ഉണ്ടല്ലോ. ബൈബിൾ തുറക്കണം, ഉടനെ ബൈബിൾ തുറക്കണം, തുറന്നിട്ട് നോക്കണം. മാറാത്ത കാര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് ഇല്ല, യേശുവിന്റെ മുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഇനി മാറിയില്ലെങ്കിലോ എന്ന വാക്യമില്ലാത്തത് കൊണ്ട് സഹോദര ക്ഷമിക്കണം, നീ ഏതാത്മാവാന്ന് എനിക്കറിയാം. ഇത്രയും പറഞ്ഞാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? നീ ഏതാത്മാവാന്ന് എനിക്കറിയാം. ഇത്രയും നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് പറയരുത്, ചിലപ്പോൾ പുള്ളി അറിയത്തില്ല, പുള്ളിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതാണ്. ഈ ദിവസം ചിന്തിച്ചോണം, നമ്മുടെ മനസ്സ് ഫെയ്ത്തും ഭയങ്കര ബന്ധമുണ്ട്, എപ്പോഴും ഓർത്തോണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അത് പറയുക. മോനെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു. മോനെ, ഞാൻ ഈ വചനം കേൾക്കാൻ തുടങ്ങിയ പിന്നെ എന്റെ ശരീരത്തിന്റെ അസ്വസ്ഥതകളെല്ലാം മാറി.
എനിക്ക് ഉം, ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. ഉം. പിന്നെ മോന്റെ ഇന്നത്തെ വചനം മുഴുവനും അത് എന്നോടായിരുന്നു കർത്താവ് പറഞ്ഞത്. എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ഉം, എനിക്ക് എന്താ വിടുതൽ കിട്ടാത്തതെന്ന്. അപ്പം ഉം. പല ചിന്ത എന്റെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് എനിക്ക് വിടുതൽ കിട്ടാത്തതെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവിന് എന്നെ തന്നെ അങ്ങ് വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞിരിക്കുക. അമ്മച്ചിക്ക് എത്ര വയസ്സായി? അവിടെ പ്രവർത്തിക്കും. അമ്മച്ചിക്ക് എത്ര വയസ്സായി? 75 കഴിഞ്ഞു. ആമേൻ. 75 വയസ്സുള്ള അമ്മച്ചി പറയുകയാണ്, ശരീരത്തിന്റെ അകത്ത് ഇപ്പൊ ക്ഷീണമില്ല, പ്രഷറും ഇല്ല, ഷുഗറും ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല, കർത്താവിൽ ഒരു ബലം ഉണ്ടായെന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ എനിക്ക് അമ്മച്ചിയുടെ പ്രായമുള്ള മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ താഴെയാണ് ഞാനും നിങ്ങളും ഒക്കെ നിൽക്കുന്നതെങ്കിൽ, ആ 75 വയസ്സുള്ള അമ്മച്ചിക്ക് എങ്ങനെ കർത്താവിന് ബലം കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എത്ര അധികം. ആമേൻ. അമ്മച്ചി പറഞ്ഞ പോലെ തന്നെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ശരീരത്തിലൊക്കെ ഒരു ബലം ഉണ്ടായി. കർത്താവിന് വേണ്ടി ഇന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ഈ ദിവസങ്ങളിൽ ആ വചനം പ്രവർത്തിച്ചതിന് നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ അമ്മച്ചി. ഗോഡ് ആമേൻ. ബ്ലസ് യു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പറഞ്ഞു. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ലോർഡ് ബ്രദർ. പറഞ്ഞു. ഹലോ, കേൾക്കാമോ പറഞ്ഞു. ബ്രദറെ? എനിക്ക് ഇതുപോലെ 15 വർഷം കൊണ്ട് എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ മമ്മി മരിച്ചതിന് ശേഷമാണ് എനിക്ക് ഹൈ പ്രഷർ ആയിരുന്നു. അങ്ങനെ ഞാൻ ഗുളിക കഴിച്ചു. ഒരു ദിവസം ഗുളിക കഴിക്കുന്ന പറഞ്ഞാൽ ടാബ്ലറ്റ് ചാർജ് കൂടുതൽ 8 രൂപയായിരുന്നു ഒരു ഗുളികയ്ക്ക്. അതായിരുന്നു ഞാൻ കണ്ടിന്യൂ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴെനിക്കാണെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു മാസം ഞാൻ ഈ 3-ാം തീയതി തൊട്ടാ കയറി. അന്നേരം 2-ാം തീയതി എന്നെ ബ്രദർ ഇതില് പേര് വെളിപ്പെടുത്തിയായിരുന്നു, ബീന എന്ന് പറയുന്ന വ്യക്തിയെ തൊടുന്ന്. അന്നേരം ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നേരം പറഞ്ഞു, ഇതുപോലെ ബീന ഭയപ്പെടണ്ട, പിന്നെ ബ്രദർ. അന്നേരം ഞാൻ ഇത് നോക്കുമായിരുന്നു, യൂട്യൂബിലായിരുന്നു ഞാൻ കേട്ടത്. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ലിങ്ക് ഇട്ട് തന്നത്. എന്നിട്ട് ഞാൻ ലിങ്ക് വെച്ച് കയറാൻ നോക്കിയിട്ട് സൂമിൽ കയറാൻ പറ്റുന്നില്ല അന്ന് തന്നെ. പിന്നെ ഞാൻ 3-ാം തീയതി ഇതുപോലെ കയറിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ബ്രദറിന്റെ അടുത്ത് ഇങ്ങനെ. പക്ഷെ ഞാൻ ഇതിലാണെങ്കിൽ പേരിട്ടേക്കുന്നത് ഹുവൈന, പക്ഷെ പേരെന്റെ ബീനാന്ന് ഇട്ടിട്ടില്ലായിരുന്നു. അന്നും ബീനമാരും ഇല്ലായിരുന്നു. ഞാൻ നോക്കി, അന്നേരം പേര് വെളിപ്പെടുത്തി. അന്നത്തേക്കിന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട്, അന്നേരം ഞാനാണെങ്കിൽ ഒന്ന് വീണായിരുന്നു ബാത്റൂമിൽ നിന്ന്. അപ്പൊ 3 മാസമായി. അന്നേരം വീണപ്പോഴേ എനിക്കാണെങ്കിൽ അന്നേരം ബോധം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം എടുക്കാൻ വയ്യായിരുന്നു ഒട്ടും തന്നെ. അവിടെ നിന്ന് എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു. ഈ പിള്ളേരെല്ലാം ഉറക്കമായിരുന്നു. ഒരു 5:15 രാവിലെ. അങ്ങനെ ഞാൻ എൻ്റെ കർത്താവ് വിളിച്ച് ഞാൻ എങ്ങനെയും ഞാൻ എഴുന്നേറ്റ് വന്ന് ബെഡിൽ ഇരുന്ന്. അന്നേരത്തേക്കിന് എനിക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ വയ്യ എനിക്ക്. അന്നേരം ഹോസ്പിറ്റലിൽ അന്നേരം തന്നെ, ഇവിടെ ആരും ഇല്ല, ആണുങ്ങള്, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, പിള്ളേർ മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്തുള്ള അയൽക്കാരെ ഇതുപോലെ ആ താത്തയെ വന്ന് വിളിച്ച് അവര് വണ്ടിയും കൊണ്ടുവന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഹൈ പ്രഷർ ആയിരുന്നു. 180, 120 ആയിരുന്നു. അന്നേരം ഡോക്ടർ പോലും അന്തിച്ചു പോയി. ആദ്യം എന്നെ ഒന്ന് ചെക്ക് ചെയ്തപ്പം അവർക്കൊരു ഡൗട്ട്. എന്നിട്ട് വീണ്ടും അവര് ചുറ്റി അത് വെച്ചായിരുന്നു നോക്കിയത്. പിന്നെ അന്ന് വിരലിന്റെ അകത്ത് ഒരു ഇത് ഇട്ടിട്ട് മെഷീൻ വഴി അങ്ങനെ നോക്കി. അന്നേരത്തേക്കും ഡോക്ടറിനെ പിന്നെ ആ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞ് ഹൈ പ്രഷർ ആണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് 1 മണിക്കൂർ അവിടെ ഇരിക്ക്. അന്നേരത്തേക്കിന് ഒരു ടാബ്ലറ്റ് തന്നായിരുന്നു. അന്നേരം 160. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്നൊന്നും ഞാൻ ഇതിൽ കയറിയിട്ടില്ല. അന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് എന്തുമല്ല 160, 90 അന്നേരത്തെ പിന്നെ എനിക്ക് ഇരിക്കാൻ ഒക്കത്തില്ല, വീണതല്ലേ. ഞാൻ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ പിള്ളേരെ കൊണ്ടുപോയി എന്നെ ഓർത്തോയെ. അന്നേരം പറഞ്ഞ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് 6 ആഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാം. അങ്ങനെ 2 പേരുടെ സഹായത്തോടായിരുന്നു ഞാൻ എല്ലാ കാര്യവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ജൂൺ 2-ാം തീയതി ഇതുപോലെ പേര് വെളിപ്പെടുത്തിയത്, ബീന ഇങ്ങനെ. അന്നേരം ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ബ്രദർ പറഞ്ഞു. ബ്രദറല്ല, ദൈവം വെളിപ്പെടുത്തി. അന്നത്തേക്ക് ഞാൻ ഇങ്ങനെ ഈ വചനം തന്നെ കേട്ട് എന്നും ഞാൻ കേൾക്കുമായിരുന്നു. 3-ാം തീയതി തൊട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് കേട്ട് ഞാൻ യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്, യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഇപ്പൊ എനിക്ക് ആ പ്രഷർ, ഞാൻ അന്നേരം 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് ചെക്ക്
ചെക്ക് ചെയ്തപ്പം നോർമലായി. ഞാൻ അന്ന് തൊട്ട് ഞാൻ ഗുളിക എടുക്കുന്നതില്ല. പക്ഷെ ഞാൻ ഗുളിക കഴിക്കണം, കാരണം ഹൈ പ്രഷർ ആയിരുന്നു. കഴിക്കണോ വേണ്ടായോ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. എന്നാലും ഞാൻ വിചാരിച്ച് വചനം ഭക്ഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വചനം ചൊല്ലി ഇരുന്ന് ഇപ്പൊ ഒറ്റ ടാബ്ലറ്റ് ആ പ്രഷറിന് വേണ്ടി ഞാൻ കഴിക്കുന്നതേ ഇല്ല. എനിക്ക് നോർമലാണ്. 130/80 ഇപ്പൊ. ആമേൻ. ദൈവത്തെ തീർച്ചയായിട്ടും സിസ്റ്റർ, അത് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് ശേഷമാണ് ആ വചനത്തിൽ കാണുന്നത്, കർത്താവിന്റെ ആലോചന ഇടപെടുന്നത്. കർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഹൈ പ്രഷറാണ് തന്നിരുന്നത്, എത്ര വർഷമായിട്ടുള്ളത്. കർത്താവ് അത് സൗഖ്യമാക്കി. അപ്പം നിങ്ങൾക്കറിയാം, അങ്ങനെ ഒരാൾ ടാബ്ലറ്റ് കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ സിസ്റ്റർ അത് കഴിച്ചില്ല. പക്ഷെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴും അത് നോർമലാണ്. എൻ്റെ അർത്ഥം അത് നോർമലാകാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ കേട്ടതുപോലെ തന്നെ കർത്താവ് അത് സൗഖ്യമാക്കിയിരിക്കുന്നു. ഇനിയും ടെസ്റ്റ് ചെയ്യണം. ഞാൻ എപ്പോഴും എടുത്തു. ഞാൻ എന്തുകൊണ്ടാണ് ഈ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാത്തത്? നമ്മുടെ ഈ പ്രാർത്ഥനയിൽ തന്നെ 1-2 ഡോക്ടർമാർ ഇതിൽ പങ്കുചേരുന്നുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും അവർ പക്ഷെ വിശ്വാസത്തിൽ ബലപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ്. കർത്താവിൻ്റെ കൃപ. ഇപ്പം ഞാൻ ആവശ്യമില്ലാത്ത ടേംസുകളൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് പല രോഗങ്ങളെ പറ്റി എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഡീപ്പായിട്ടുള്ള ആഴങ്ങൾ എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എത്ര കാലപ്പഴക്കം ചെന്ന രോഗമാണെങ്കിലും എത്ര വലിയ സിംറ്റം ആണെങ്കിലും യേശുവിൻ്റെ മുറിവിൽ അത്ഭുതമുണ്ട്. മരുന്ന് നിർത്തി നിങ്ങൾ വിശ്വാസം പറയുന്നവരാണെങ്കിൽ ടെസ്റ്റ് ചെയ്തിരിക്കണം. മസ്റ്റായിട്ടും ടെസ്റ്റ് ചെയ്തിരിക്കണം. ഡോക്ടറെ കാണിക്കണം. അതിൻ്റെ വ്യത്യാസങ്ങൾ നോക്കിയിരിക്കണം. അത് അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിരിക്കണം. എന്തിനാണ് ഞാനത് പറയുന്നത് വെച്ചാൽ, നമുക്ക് ഊഹാപോഹം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പം എപ്പോഴാണോ നമുക്ക് രോഗമുണ്ടെന്ന് പ്രൂഫ് കിട്ടിയത്, അതേ സ്ഥലത്ത് തന്നെ പോയി രോഗമില്ലെന്നുള്ള പേപ്പർ വേണം. വിശ്വാസമാർഗം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നെ തൊട്ടു എന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു സംശയം വരും. ഇനി നാളെ എന്തെങ്കിലും ഒരു സംശയം, എനിക്ക് രോഗം വേണ്ട. കൺഫർമേഷനാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ എപ്പോഴും. കഴിവെങ്കിൽ അത് ഉൾപ്പെടെ നിങ്ങൾ കൊണ്ടുവരിക. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. കർത്താവ് പ്രിയ സിസ്റ്റർ ദൈവം ഇടപെട്ടതാണ്. അതിനുശേഷമാണ് സിസ്റ്റർ യൂട്യൂബിൽ പറഞ്ഞ പോലെ തന്നെ ദൈവാത്മാവ് ഇടപെട്ട് കർത്താവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞതിന്റെ അടയാളമായിട്ട് തന്നെ ഈ സൗഖ്യം വെളിപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. ഞാനൊരു 10 മിനിറ്റ് നമ്മൾ പ്രയർ ഇപ്പൊ തീർക്കാൻ പോവാണ്. പെട്ടെന്ന് പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു. ഹലോ പറഞ്ഞു. എന്റെ ഈ ഗ്രൂപ്പിൽ കയറിയതിന്റെ ആ സമയത്ത് തന്നെ, ഈ ജൂലൈ ആദ്യം ജൂൺ അവസാനമാണ് ഞാൻ കയറിയത്. കയറിയ സമയത്ത് തന്നെ എന്റെ മോന് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്റെ മോനൊരു ജോലി കിട്ടി. പക്ഷെ ആ ജോലി ഫിനാൻസിന്റെയാണ്, അമേരിക്കൻ കമ്പനിയുടെയാണ്. അത് ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. അവൻ ഒരാളെയും കൂടെ ആശ്രയിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ 10 ദിവസം കൊണ്ടാണ് കുറെ കൂടെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും അത് സ്വന്തമായി ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ അറിവ് കിട്ടേണ്ടതെന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും കർത്താവ് പറഞ്ഞ പോലെ ജോലിക്കായിട്ട് ഒത്തിരി ഭാരപ്പെട്ട അവസ്ഥയായിരുന്നു. പ്രയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് ഒരു ജോലി കൊടുത്തു. ജോലിയിൽ നിലനിൽക്കുവാനുള്ള ശക്തിയും ദൈവം കൊടുക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞു. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യമുണ്ട്. ഇതേപോലെ ഞാനും 2 മാസം ആയിട്ടുള്ള സൂം മീറ്റിംഗിൽ കയറിയത്. എനിക്കങ്ങ് ലോക സമാധാനം എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എൻ്റെ ജീവിതത്തെ പറ്റി, എൻ്റെ പോക്കിലും വരവിലും, എൻ്റെ വാഹനോടുപ്പിലും എല്ലാം എനിക്കങ്ങ് സമാധാനമാണ്. എൻ്റെ മകള് വിദേശത്താണ്. ഞാൻ മോക്ക് വേണ്ടി ഒരു ജോലി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചെൻ്റെ 3ന്റെ അന്ന് മോക്ക് ജോലി കിട്ടി. അവള് ജോലിക്ക് പോയി തുടങ്ങി. പക്ഷെ മലയാളീസിന് കനേഡിയൻകാർക്ക് എന്തോ ഒരു പുച്ഛം പോലെന്ന് മോള് പറഞ്ഞു. അവൾക്കതൊരു വിഷമമായിട്ട് മാറി. അങ്ങനെ അവള് 2 ദിവസം കൊണ്ട് ജോലിക്ക് പോയപ്പോൾ 4 പേരുടെ ജോലി ഒരുമിച്ച് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചങ്ങ് ഭയങ്കര കരച്ചിലായിരുന്നു. അവളുടെ കൈയൊക്കെ പൊട്ടി. ഒരുപാട് മെന്റൽ പവർ, ഒരുപാട് പ്രശ്നം, ഒരുപാട് കുഞ്ഞിനങ്ങ് ബോഡി പെയിൻ ഒക്കെ എന്തൊക്കെയോ അതങ്ങ് വല്ലാത്തൊരവസ്ഥയിലായി. എന്നെ വിളിച്ച് ഇങ്ങനെ മാനസികമായിട്ട് അതങ്ങ് പതറി. അപ്പൊ അന്ന് വൈകിട്ട് ഞാൻ സൂം മീറ്റിംഗിൽ കയറിയപ്പോ എൻ്റെ ഇതേ ഉള്ളായിരുന്നു വിഷയം. എൻ്റെ കുഞ്ഞിനൊരു സമാധാനം കൊടുക്കണം, ജോലിയിലൊക്കെ ഒരു സ്വസ്ഥത കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇന്നലെയും വിളിച്ചപ്പോ അവള് പറഞ്ഞ് അവള് ഒരുപാട് മാറ്റങ്ങൾ ജോലിയിൽ വരുത്തി അമ്മേ. എന്നാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ വലിയ ജോലി ഇല്ലായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നെന്ന് അവൾ എന്നോടൊന്ന് വിളിച്ചു പറഞ്ഞു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് കൊടുത്ത സമാധാനത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവിക സ്വസ്ഥതയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഇനിയും കർത്താവ് അത്ഭുതകരമായിട്ട് തന്നെ നടത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാനത് സുലേഖ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഒരു കമൻറ്റ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് നമ്മുടെ ഇപ്പം തന്നെ സൂമിൽ 4 മാസമായിട്ട് ഷുഗർ തുടങ്ങിയിട്ട് 256 താഴോട്ട് വരാറില്ലായിരുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചാണ് അയച്ചേക്കുന്നത്.
പ്രാർത്ഥന കേൾക്കാറുണ്ടായിരുന്നു. കൈവച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ 165 നോർമലായി. 4 മാസമായിട്ട് തുടർന്ന് നിൽക്കുന്ന, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് മെസ്സേജ്. ശകുന്തള എന്നാണ് ഇട്ടേക്കുന്ന പേര്. എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. അപ്പം ഞാൻ ഇനിയും പറഞ്ഞു, നിങ്ങൾ കൈ വെച്ചോണം. ഇനി മേലാൽ ആ ഷുഗർ പൊങ്ങരുത്. പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അധികാരമുണ്ട്. നിങ്ങൾ കൈവച്ച് പറഞ്ഞാൽ കർത്താവ് അത് ദൈവം അത് ചെയ്യുമെന്നല്ല, ഞാൻ ഇന്നലെ പറഞ്ഞില്ല, പ്രൊക്ലെയിം കൺഫസ് ചെയ്യാന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞിരിക്കുക. എൻ്റെ രോഗത്തെ യേശു വില കൊടുത്ത് മുറിവേറ്റു, ഇനി കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നിങ്ങൾ യേശുവെ എന്നെ സൗഖ്യമാക്കണമെന്ന് പറയരുത്. കർത്താവ് മുറിവേറ്റപ്പോൾ സൗഖ്യം വന്നിരിക്കുന്നു. അത് ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഇപ്പം മനസ്സിലായി, ഞാനത് എടുക്കുകയാണ് ഈ കർത്താവിൻ്റെ രോഗ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലാതെ യേശു ഇറങ്ങി വന്നിനെ സൗഖ്യമാക്കത്തില്ല ആരെയും. കാര്യം യേശുവിനെ ഇറങ്ങി വന്ന് സൗഖ്യമാക്കണമെങ്കിൽ ഇനി യേശു വീണ്ടും അടി കൊള്ളണം. കർത്താവ് അടി കൊണ്ടു, മുറിവേറ്റു, സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ? വേഗത്തിൽ പറഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് തുടർമാനമായിട്ട് നമുക്ക് നാളെയൊക്കെ സാക്ഷ്യം കേൾക്കാം. ആരെങ്കിലും ഉണ്ടോ വേഗത്തിൽ പറയാൻ? മറ്റാരെങ്കിലും ഉണ്ടോ? ആരുകൊണ്ട് പറയാൻ വേണ്ടി? 2-3 പേര് മ്യൂട്ട് മാറ്റിയായിരുന്നല്ലോ. വേഗത്തിൽ പറയണേ. എന്റെ മോന് നാളെ എക്സാം ഉണ്ട്, അജിത്തിന് എക്സാം ഉണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചണേ. തീർച്ചയായിട്ടും ഒരുമിച്ച് എക്സാം ഉള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ് ബ്രദറെ. പറഞ്ഞു. അനേക ദിവസങ്ങളായിട്ട്, എനിക്ക് 1 മാസമായിട്ട് ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഞാനും കർത്താവിന്റെ വേലയിൽ സ്ത്രീകളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഈ വചനം ഇതുപോലെ തന്നെ, അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് വചനം. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തെ നമ്മൾ വിളിച്ചിറക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് വചനം, അത് ദൈവമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇതിനകത്ത് കയറിൽ തന്നെ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഭയങ്കര ഒരു വ്യത്യാസമുണ്ടായി. ഇപ്പം ഞാൻ എവിടെയെങ്കിലും പ്രസംഗിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രസംഗിക്കും, പക്ഷേ ജനങ്ങളുടെ ഇടയിലോട്ട് അതൊരു അവരുടെ ആവശ്യങ്ങളോട് തുലനം ചെയ്ത് ഞാൻ സംസാരിക്കാറില്ല. വചനം പ്രസംഗിക്കും, അത് അവർക്ക് പ്രയോജനകരമായ രീതിയിൽ, പക്ഷെ ഓരോ വ്യക്തിപരമായിട്ട്. പക്ഷെ ഇപ്പം ഇതിനകത്ത് കയറി പിന്നെ ആ ശുശ്രൂഷയ്ക്ക് ഭയങ്കര ഒരു വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. കാണുന്ന ഏത് അന്യ ജാതിക്കാരാണെങ്കിലും അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ചും അവരുടെ വിഷയമായിട്ട് പെട്ടെന്ന് എനിക്ക് ഉള്ളിലൊരു ആത്മാവിനെ ഞാൻ പ്രേരിപ്പിക്കുന്നു, സംസാരിക്കും. അതീ അനുഭവത്തിലൊരു വ്യത്യാസം എൻ്റെ ശുശ്രൂഷയിൽ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു അനുഭവം, ഞാൻ ഈ ഞായറാഴ്ച രാവിലെ ആലയത്തിൽ പോയിരിക്കുമ്പോൾ എൻ്റെ ആദ്യം അല്പസമയം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് 1 മണിക്കൂർ നേരത്തെ പോയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ചെവി രണ്ടും അങ്ങ് അടഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്തോ അനുഭവം, എനിക്ക് ആരാധന തുടങ്ങുവാനുള്ള ടൈമായി. ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കാണുകയാണ് ചെവി അടഞ്ഞപ്പോൾ. എന്തിനാന്ന് ചോദിച്ചാൽ ഈ ചുറ്റുമുള്ളവർ മറ്റുള്ളവർ സംസാരിക്കുന്നൊന്നും കേൾക്കാതിരിക്കാൻ. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു വലിയ, എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ അത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ വലിയ ഒരു ആള് പ്രത്യക്ഷപ്പെടുകയാണ്. എൻ്റെ യേശുക്രിസ്തു അല്ല ദൂതൻ ഇങ്ങനെ വന്ന് ആലയം നിറഞ്ഞു നിൽക്കും എൻ്റെ മുമ്പിലായിട്ട്. നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുമോ, ഞാൻ അങ്ങ് കരയുക, കർത്താവേ ദൈവമേ സ്തോത്രം, ഇതെന്തുവാ ഞാൻ ഈ കാണുന്നത്. അപ്പൊ ഈ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ ഹ്യൂജായിട്ട് നമ്മൾ വലിയ